നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. നമ്മുടെ ഉപവാസത്തിൻ്റെ പ്രാരംഭ സെഷനിൽ വളരെ പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ വാതിലത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ദൈവം നമ്മെ സഹായിച്ചല്ലോ. ദൈവം ഒരുക്കുന്നതായ എല്ലാ നല്ല മുഖാന്തരങ്ങൾക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കടന്നു വന്ന എല്ലാവർക്കും വേഗമെന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് സന്ധ്യാസമയം നമ്മുടെ മധ്യത്തിൽ ദൈവത്തിൻ്റെ വചനം സൂക്ഷിപ്പാനായിട്ട് കടന്നു വന്നിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ TM കോശിയാണ്. അദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലെന്നറിയാം. സ്തോത്രം. തുടർന്നുള്ള സമയം നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കും. കർത്താവിൻ്റെ ദാസനെ ശുശ്രൂഷയ്ക്കായിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. Praise the Lord. Hallelujah. ഈ അനുഗ്രഹീത രാത്രി സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്തൃപാദപീഠത്തിലായിരിക്കുന്ന ബഹുമാന്യ കർത്തൃദാസൻ പാസ്റ്റർ KM ജോർജ് സാർ, പ്രിയ കർത്താവിൻ്റെ ദാസൻ ഇവാഞ്ചലിസ്റ്റ് പ്രവീൺ ജോസഫ്, അനുഗ്രഹീതരായ ദൈവമക്കൾ എല്ലാവർക്കായും ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനമറിയിക്കുന്നു. ഈ രാത്രിയിൽ, ഉപവാസത്തിൻ്റെ ആദ്യ രാത്രിയിൽ ദൈവസന്നിധിയിൽ തിരുവചനവുമായി നിങ്ങളുടെ മധ്യയിലായിരിക്കാൻ ദൈവം ഈ വിലയേറിയ അവസരം എനിക്ക് തന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഉപവാസത്തിലായിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഉപവാസത്തിൻ്റെ തുടക്ക ദിവസമാണല്ലോ. എല്ലാവരും ഉപവാസത്തിന് വേണ്ടി താല്പര്യപ്പെട്ട് സമർപ്പണത്തോടെ തുടർന്നുള്ള ദിവസങ്ങളിൽ ആയിരിക്കും എന്ന് ഞാൻ കരുതുകയാണ്. അങ്ങനെ എല്ലാവരും ഉപവസിക്കുക. ഉപവാസം നമ്മുടെ സഭയ്ക്ക്, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിന്, നമ്മുടെ കുടുംബങ്ങൾക്ക് ഒക്കെയും അനുഗ്രഹമാണെന്ന് രുചിച്ചറിഞ്ഞിട്ടുള്ളവരാണ് നാം എല്ലാവരും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇന്ന് തുടങ്ങുന്ന ഉപവാസത്തിൽ നിങ്ങളെല്ലാവരും ഭക്ഷണം വെടിഞ്ഞ് ഹല്ലേലൂയ ദൈവസന്നിധിയിലെ പ്രാർത്ഥനയോടും ആരാധനയോടും ഈ ദിനങ്ങളിലായിരിക്കാൻ ഞാൻ നിങ്ങളെ പ്രാരംഭമായി ആഹ്വാനം ചെയ്യുന്നു. ചില സമയത്തെ ശുശ്രൂഷയ്ക്കായിട്ട്, ഇന്നത്തെ അല്പനേരത്തെ ശുശ്രൂഷയ്ക്കായിട്ട് ഹബക്കൂക്കിൻ്റെ പ്രവചനം, അതിന് 3-ാം അധ്യായം 18-ാം വാക്യം. മുൻപ് അതിൻ്റെ BC 7-ാം നൂറ്റാണ്ടിൻ്റെ ഏകദേശം അവസാന കാലഘട്ടത്തിൽ കർത്താവിൻ്റെ വചനം വെളിപ്പെട്ട് കിട്ടിയ ഒരു ദൈവഭക്തനാണ് ഹബക്കൂക്ക് എന്ന് പറയുന്ന ദൈവദാസൻ, പ്രവാചകൻ. ആ കാലഘട്ടത്തിൽ താനായിരുന്ന ആ കൂട്ടത്തിലെ ജനം ബാബിലോണ്യ സാമ്രാജ്യത്തിന്, ബാബിലോണ്യർക്ക് അടിമകളായി തീർന്ന, അല്ലെങ്കിൽ അവരുടെ ഭരണത്തിന് കീഴിലായി ദൈവജനമായി പോയ വലിയ ഭാരപ്പെടുത്തുന്ന ഒരു അനുഭവത്തിൻ്റെ മധ്യയിലായിരുന്നു ആ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ ജനം. ദൈവജനത്തിന് ഈ ബാബിലോണ്യ ആൾക്കാരിൽ നിന്ന് ആ കാലഘട്ടത്തിൽ വളരെ പ്രതികൂലങ്ങൾ നേരിടേണ്ടതായിട്ട് കടന്നു വരുവാനിടയായി. നേരിടേണ്ട അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനിടയായി. ഹബക്കൂക്ക് അത് അനുഭവിച്ചിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ നിലവിളിച്ച് ചോദിക്കുന്ന, ദൈവത്തോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ് 1-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. 2-ാം അധ്യായത്തിൽ നമ്മളവിടെ നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് തൻ്റെ ചോദ്യങ്ങൾക്ക് പ്രവാചകനായ ദൈവദാസനായ ദൈവഭക്തനായ ഹബക്കൂക്കിന് ദൈവം വ്യക്തമായ ചില മറുപടികൾ അവിടെ കൊടുക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ രണ്ടും കഴിഞ്ഞിട്ട് 3-ാമത്തെ അധ്യായത്തിൽ താൻ ദൈവത്തോട് ഈ വിഷയങ്ങളൊക്കെ അനുഭവിച്ച് ദൈവത്തോട് ചോദിച്ചു. ദൈവത്തിൽ നിന്ന് മറുപടി കിട്ടി. ആ ദൈവിക മറുപടിയിൽ പ്രത്യാശ കൊണ്ടിട്ട് താൻ വാസ്തവത്തിൽ ഈ അവസ്ഥയെല്ലാം കണ്ട് താൻ ഭ്രമിച്ചു പോകുവാനിടയായി. കാരണം 3-ാം അധ്യായത്തിൻ്റെ ആദ്യ വാക്യം നമ്മളൊന്ന് വായിച്ചാൽ വിഭ്രമരാഗത്തില് ഹബക്കൂക്ക് പ്രവാചകന്റെ ഒരു പ്രാർത്ഥനാഗീതം. ഈ 3-ാം അധ്യായം നമ്മൾ ആകെ നോക്കുമ്പോൾ നമുക്കറിയാം അത് ഗീതമായിട്ടാണ് എഴുതിയേക്കുന്നത്. കാരണം മറ്റു അധ്യായങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അത് വരികൾ അടുപ്പിച്ചല്ല എഴുതിയിരിക്കുന്നത്. അതൊരു ഗീതം, സങ്കീർത്തന പുസ്തകം എഴുതിയിരിക്കുന്നത് പോലെ അവിടെ ഗീതമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ 1-ാം അധ്യായത്തിൽ താൻ ആയിരിക്കുന്ന ആ കാലഘട്ടത്തിൽ ബാബിലോണിൽ നിന്ന് അനീതി നിറഞ്ഞതായ ഭയാനകമായ സാഹചര്യങ്ങൾ തൻ്റെ ജനം അനുഭവിക്കുമ്പോൾ ദൈവമേ ഇതെന്തേ എന്ന് ദൈവത്തോട് ചോദ്യം ചോദിക്കുന്ന ഒരു ഹബക്കൂക്ക്. ആ ഭക്തൻ ദൈവത്തോട് ചോദ്യം ചോദിച്ചപ്പോൾ വലിയവനായ ദൈവം അതിന് മറുപടി കൊടുക്കുവാനിടയായി.
അതാണ് 2-ാം അധ്യായത്തിൽ ആകമാനം നമുക്ക് കാണുവാൻ കഴിയുന്നത്. ദൈവത്തിൻ്റെ അവിടെ 2-ാം അധ്യായത്തിൽ നമുക്കൊരു വാക്യം, നമുക്ക് വളരെ സുപരിതമായ ഒരു വാക്യം നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. എന്താണ്? ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുന്നു. 2-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു, സമയം തെറ്റുകയുമില്ല, അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക, അത് വരും, നിശ്ചയം താമസിക്കുകയുമില്ല. ദൈവത്തിൻ്റെ മറുപടി വളരെ ഭാരപ്പെട്ട് ഭയപ്പെട്ട് ഭ്രമിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ബാബിലോണ്യരുടെ അനീതി നിറഞ്ഞ അടിമത്വത്തിന് ഞങ്ങൾ അടിമകളായി പോയല്ലോ എന്ന് ഹല്ലേലൂയ ചോദിക്കുന്ന ഹബക്കൂക്കിന് ദൈവം പറയുന്ന ഉത്തരമാണ് ഹല്ലേലൂയ, ദർശനത്തിന് ഒരു അവധി ദൈവം വെച്ചിട്ടുണ്ട്. രാത്രി ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, ഹല്ലേലൂയ, ഒന്നാമത് ഞാൻ ഈ വചനത്തിൽ നിന്ന് ഓർമ്മിപ്പിക്കട്ടെ, നിന്റെ ചോദ്യങ്ങൾക്ക് ഒരു ഉത്തരമുണ്ട്. സ്തോത്രം. നീ ദൈവസന്നിധിയിൽ ചോദിക്കുന്ന നിന്റെ എല്ലാ ചോദ്യങ്ങൾക്കും നിശ്ചയമായിട്ടും ഉത്തരമുണ്ട്. 1-ാം അധ്യായത്തിൽ അനവധി ചോദ്യങ്ങൾ ചോദിച്ചതായ ഹബക്കൂക്കിന് 2-ാം അധ്യായത്തിൽ ദൈവം, വലിയവനായ ദൈവം വ്യക്തമായ ഉത്തരം കൊടുക്കുവാനിടയായി. രാത്രിയിൽ മറുപടിയില്ല എന്നുള്ള അനുഭവത്തിൽ ദൈവസന്നിധിയിൽ പല വിഷയങ്ങൾ പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ പല സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി വ്യക്തമായ ഒരു മറുപടി കിട്ടാതെ ഭാരത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, നീ ദൈവസന്നിധിയിൽ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ദൈവസന്നിധിയിൽ ഉത്തരമുണ്ട്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എന്നാൽ കർത്താവ് അവിടെ 2-ാം അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട്, ഒരു അവധി കർത്താവ് വെച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ എല്ലാം താല്പര്യം ഇതാണ്, ചോദിക്കുന്നതിന് മുൻപേ മറുപടി കിട്ടണം. നമ്മൾ 13-ാം സങ്കീർത്തനത്തിൽ ദാവീദിന് ചില ചോദ്യങ്ങളുണ്ട്. ഹല്ലേലൂയ. 13-ാം സങ്കീർത്തനം 1-ാം വാക്യം ഒന്ന് വായിച്ചേ. നീ എന്നെ എത്രത്തോളം മറന്നുകൊണ്ടിരിക്കും? മറച്ചു കളയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 4 ചോദ്യങ്ങൾ, ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. ദാവീദ് ദൈവസന്നിധിയിൽ ചോദിച്ച ചോദ്യമാണ്, നീ എന്നെ എത്രത്തോളം മറന്നുകൊണ്ടിരിക്കും? എത്രത്തോളം നിന്റെ മുഖത്തെ എന്നിൽ നിന്ന് മറയ്ക്കും? എൻ്റെ ഉള്ളിൽ എത്ര നാൾ ഞാൻ ഈ വിചാരപ്പെട്ടുകൊണ്ട് ഞാൻ നടക്കുവാനിടയാകും? 4-മത് തൻ്റെ ചോദ്യം ഇതാണ്, ശത്രു എത്ര കാലം എൻ്റെ മേൽ ഉയർന്നിരിപ്പാനിടയാകും? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം വിവിധ ചോദ്യങ്ങളുമായിട്ട് എത്രത്തോളം എന്ന് പറഞ്ഞുകൊണ്ട് നാളുകളായി ദൈവസന്നിധിയിൽ പലതും ചോദിച്ച് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ ഹല്ലേലൂയ സ്തോത്രം ആവലോടെ ആയിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, ഹല്ലേലൂയ, നിന്നോടുള്ള ദൈവത്തിൻ്റെ അരുളപ്പാടിന് അഥവാ ദർശനത്തിന് ദൈവം ഒരു അവധി വച്ചിട്ടുണ്ട്. പലവിധ ചോദ്യങ്ങളുമായി ദൈവസന്നിധിയിൽ ദൈവത്തിൽ നിന്നും പഠിക്കുമ്പോൾ ദൈവത്തോട് മനുഷ്യൻ ചോദിച്ച അനേക ചോദ്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ദൈവം മനുഷ്യരോട് ചോദിച്ച അനേക ചോദ്യങ്ങളും നമുക്ക് ദൈവത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. അനേക ദൈവഭക്തന്മാർ പലപ്പോഴും ദൈവത്തോട് ചോദിപ്പാനിടയായിട്ടുണ്ട്. അതുപോലെ ദൈവം മനുഷ്യരോട് ചോദിച്ചു. ഒരിക്കൽ ആദാമിനോട് ചോദിച്ചു, ആദാമേ നീ എവിടെ? ആദാമേ നീയാ എവിടെ? താൻ ദൈവസന്നിധി വിട്ട് അകന്ന് ഒളിച്ചിരിക്കുന്ന അവസ്ഥയിൽ താൻ ആയിത്തീർന്നപ്പോൾ ദൈവം അവനോട് ചോദിപ്പാനിടയായി, ആദാമേ നീ എവിടെയെന്ന്. ഒരിക്കൽ ഏലിയാവിനോട് ദൈവം ചോദിച്ചു, ഏലിയാവേ നിനക്ക് ഇവിടെ എന്ത് കാര്യം? കാരണം ഇവിടെ വന്ന് ഈ ഗുഹയ്ക്കകത്ത് ഒളിച്ചിരിപ്പാനല്ല, ഈ കാലഘട്ടത്തിൽ ദൈവം നിന്നെ തിരഞ്ഞെടുത്തത്, നിന്നെ വിളിച്ചിരിക്കുന്നത്, നീ പുറത്തു വരുവാനാണ് ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവവൈതലേ, നമ്മുടെ കർത്താവ് നമ്മോട് ചോദിക്കുന്ന ദൈവമാണ്. ഇങ്ങനെ അനവധി ചോദ്യങ്ങൾ ദൈവഭക്തന്മാരോട്, ദൈവദാസന്മാരുടെ ക്ഷീണിത വേളകളിൽ അല്ലെങ്കിൽ ഭാരപ്പെട്ട് ദൈവത്തിൽ നിന്ന് അകന്നുപോയ സാഹചര്യങ്ങളിൽ ദൈവം അവരോട് ചോദിച്ച അനവധി ചോദ്യങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ ചോദ്യങ്ങളെല്ലാം ദൈവത്തോട് ചോദിച്ചത് അവരുടെ അനുഗ്രഹത്തിനും, ദൈവം ചോദിച്ചത് അവരുടെ നന്മയ്ക്കും മടങ്ങി വരവിനും വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിലും ദൈവവൈതലേ, നാം ദൈവത്തോട് ചില ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഇന്ന് രാത്രിയിലായിരിക്കുമ്പോൾ ദൈവം നമ്മോടും ചില ചോദ്യങ്ങൾ ചോദിക്കുന്നവനാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ചിലരോട് ഒരുപക്ഷെ ദൈവം ചോദിക്കുകയാണ്, ഹല്ലേലൂയ, ആദാമേ നീ എവിടെ ആയിരിക്കുകയാണ്? സഹോദരൻ, നീ എവിടെ ആയിരിക്കുകയാണ്?
സഹോദരി, നിന്റെ അവസ്ഥ എന്താണ്? നീ എവിടെയാണ് ആയിരിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. നാം ആയിരിക്കുന്ന അവസ്ഥ എവിടെ എന്താണ് എന്നും നാം എവിടെ ആയിരിക്കുന്നുവെന്നും ഇന്ന് ഈ ഉപവാസത്തിന്റെ പ്രാരംഭ ദിനം നാം എല്ലാവരും ഒന്ന് ശോധന ചെയ്യുവാനിടയാകട്ടെ. നാം ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഹല്ലേലൂയ, ദൈവം നമ്മോട് ചോദിക്കുകയാണ്, നീ എവിടെ ആയിരിക്കുന്നു? നിന്റെ ആത്മീയ ജീവിതത്തിന്റെ മുൻപോട്ടുള്ള ഗമനത്തില്, നിന്റെ ജീവിത യാത്രയില്, ദൈവ സന്നിധിയില്, നിന്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ, ആരാധനയുടെ അനുഭവത്തില്, ദൈവിക വിശുദ്ധിയുമായുള്ള ബന്ധത്തില് നിന്റെ ജീവിതം എത്രമാത്രമായിരിക്കുന്നു? നീ എവിടത്തോളം എത്തിയിരിക്കുന്നു? പ്രൈസ് ദി ലോർഡ്. ഒളിഞ്ഞ് മാറി നിൽക്കുന്ന അനുഭവം ആദമിനെ പോലെ ദൈവസന്നിധി, ദൈവ ശബ്ദം കേൾക്കുമ്പോൾ, അവന്റെ കാലൊച്ച കേൾക്കുമ്പോൾ അകന്നു മാറി ഒളിച്ചിരിക്കുന്ന അനുഭവങ്ങൾ ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരികയാണ് എങ്കിൽ ഹല്ലേലൂയ, ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് ചോദിക്കുകയാണ്, നീ എവിടെ ആയിരിക്കുന്നു? നീ മടങ്ങി വരണമെന്ന്. ചില ശബ്ദങ്ങൾ കേട്ട്, ഇസബേലിന്റെ ശബ്ദം കേട്ട് ഓടി ഒളിച്ച് കഴിഞ്ഞ ദിവസം അത്ഭുതത്തിന്റെ ശുശ്രൂഷ ചെയ്ത് ഏലിയാവ് മതിയെന്ന് പറഞ്ഞുകൊണ്ട് അൽചൂരച്ചെടിയുടെ തണലില് പ്രാരംഭമായിട്ട് കിടക്കുകയും അതിനെ തുടർന്ന് ദൈവം തട്ടി ഉണർത്തി മുൻപോട്ട് വിട്ടിട്ടും താൻ എവിടെ ചെല്ലുവാനിടയായി? ഗുഹയില് പോയി ഒളിപ്പാനിടയായി. പ്രൈസ് ദി ലോർഡ്. നമ്മുടെയൊക്കെ അനുഭവം ദൈവം പലപ്പോഴും വന്ന് നമ്മെ തട്ടി ഉണർത്തിയിട്ട് നമ്മെ മടക്കി വരുത്തിയാലും പിന്നെയും പോയി നമ്മൾ ചിലപ്പോഴ ഗുഹയിൽ ഒളിക്കുന്നവരായി തീരാറുണ്ട്. സ്തോത്രം പറയാമോ? ദൈവം പല ഉപവാസങ്ങളിലൂടെ, പല പ്രാർത്ഥനകളിലൂടെ ദൈവം നമ്മെ തട്ടി ഉണർത്തി അപ്പവും അല്ലെങ്കിൽ അടയും അല്ലെങ്കിൽ വെള്ളവും തന്ന് ദൂരയാത്രയുണ്ട് എന്ന് പറഞ്ഞ്, സ്തോത്രം, എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കാം. ദൂരയാത്ര ഉണ്ട് എന്ന് പറഞ്ഞ് തട്ടി ഉണർത്തി നമ്മെ ആത്മാവിൽ ഉത്സാഹിപ്പിച്ച് ദൂരത്തേക്ക് നടത്തുവാൻ തൻ്റെ ശക്തി 40 അവിടെ ഏലിയാവ് നടന്നത് എത്രയാണ്? 40 ദിനം താൻ മുൻപോട്ട് നടക്കുവാനിടയായി. ദൈവം കൊടുത്ത അപ്പവും ആ വെള്ളവും താൻ കുടിച്ചിട്ട് ഈ ബലത്തോടെ, ആ ബലത്തോടെ താൻ ശക്തിയോടെ 40 ദിവസം താൻ മുൻപോട്ട് പോകുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. ചെന്നിട്ടും അവിടെ എത്തിയിട്ടും താൻ ദൈവസന്നിധിയിൽ നിൽക്കാതെ ഗുഹയ്ക്കുള്ളില് താൻ ഒതുങ്ങുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് ചോദിക്കുകയാണ്, പലപ്പോഴും ഒതുങ്ങുന്ന അനുഭവങ്ങൾ ഇന്ന് പകൽക്കാലം വിട്ടുകളകാം. നിനക്കിവിടെ എന്ത് കാര്യം? നിനക്കിവിടെ എന്ത് കാര്യം? ഗുഹയ്ക്കകത്തായിരിക്കാനല്ല ദൈവ പൈതലേ, ആത്മാവിൽ പുറത്തു വരുവാൻ ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാണ്. ഒതുങ്ങിക്കൂടുന്ന അനുഭവം, സ്തോത്രം, ഹല്ലേലൂയ, മിണ്ടാതെ മാറി ഒതുങ്ങുന്ന അനുഭവം, സ്തോത്രം, ആരാധിപ്പാൻ കഴിയാതെ, പ്രാർത്ഥിപ്പാൻ കഴിയാതെ, തുറന്നൊന്ന് സംസാരിപ്പാൻ കഴിയാതെ, ആത്മാവിൻ്റെ ശബ്ദങ്ങൾ പുറപ്പെടുവിപ്പാൻ കഴിയാതെ, ദൈവഹിതത്തിനൊത്തവണ്ണം പലപ്പോഴും ഹൃദയത്തിൽ മുൻപോട്ട് പോകുവാൻ ആഗ്രഹമുണ്ടെങ്കിലും ഗുഹയ്ക്കകത്തൊളിക്കുന്നത് പോലെ അമർന്നിരിക്കുന്ന അനുഭവങ്ങളിൽ നിന്ന് ഇന്ന് പകൽക്കാലം ദൈവജനം പുറത്തു വരട്ടെ. ദൈവത്തിന്റെ ആത്മാവിന്ന് പകൽക്കാലം രാത്രിയിൽ ഇടപെടുകയാണ്. ആത്മാവില്, ഹല്ലേലൂയ, ആത്മാവിന്റെ ശക്തിയോടെ പുറത്തു വന്നാൽ ദൈവം നിന്നെ ചിലത് കാണിക്കും. നിന്നോട് അവിടെ ഏലിയാവിന് അവിടെ ചില നിയോഗങ്ങൾ കൊടുക്കുന്ന അവിടെ വെച്ചാ നിനക്ക് ചിലരെ അഭിഷേകം ചെയ്യുവാനുണ്ട്, അല്ലെ ചില പ്രവാചകന്മാരെ, ചില ഹല്ലേലൂയ രാജാക്കന്മാരെ നിനക്ക് അഭിഷേകം ചെയ്യുവാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് അവനെ മുൻപോട്ട് വിടുന്ന അനുഭവം അവിടെയുണ്ട്. പുറത്തു വരുന്നവർക്ക് ചില വിടുതലുണ്ട്. വിഷയങ്ങളെ അതിജീവിക്കുന്നവർക്ക് വിടുതലുണ്ട്. ആത്മാവിൽ കാര്യങ്ങളെ കാണുന്നവർക്ക് വിടുതലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആത്മാവിനെ ഉത്തേജിപ്പിക്കുന്നവർക്ക് വിടുതലുണ്ട്. ആത്മീകമായി ഹല്ലേലൂയ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടുന്നവർക്ക് വിടുതലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അകത്തെ മനുഷ്യൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിപ്പാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നവർക്ക് വിടുതലുണ്ട്. ഉള്ളിൽ മടുത്തു പോകാതെ, ക്ഷീണിച്ചു പോകാതെ ഉള്ളിൽ ബലമേറ്റെടുക്കുന്നവർക്ക് ഇന്ന് പകൽക്കാലം വിടുതലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ പുറമേയുള്ള മനുഷ്യനല്ല ഈ ദിവസങ്ങളിൽ ഉയരേണ്ടത്. രക്തം ചെയ്യാം. എത്ര പേർക്ക് സ്തോത്രം പറയുവാൻ കഴിയും? നിങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ നാൾക്ക് നാൾ ക്ഷയിച്ചാലും, പൗലോസ് അതാണ് പറയുന്നത്, പുറമേ ഉള്ള മനുഷ്യൻ നാൾക്ക് നാൾ ക്ഷയിച്ചാലും അകമേ ഉള്ള മനുഷ്യൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ. അതിൽ പുറമേ ഉള്ള മനുഷ്യൻ പുതുക്കിയതുകൊണ്ട് അർത്ഥമില്ല. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം ഇടപെടുകയാണ്. അകത്തൊരു പുതുക്കം നമ്മുടെ ജീവിതത്തിൽ ഉപവാസത്തിൽ വരട്ടെ. അകത്തെ മനുഷ്യനൊന്ന് ശക്തിപ്പെടട്ടെ. സ്തോത്രം പറയാം. അല്ലെ, ഇവിടെ ഇരിക്കുന്നവർ ഇന്ന് രാത്രി കാലം തന്നെ ഒരു ആത്മാവിന്റെ ശക്തിയിലേക്ക് ദൈവം നമ്മെ നയിപ്പാനിടയാകണം. ചില ചോദ്യങ്ങൾക്ക് ഇന്ന് രാത്രിയിൽ ദൈവസ്ഥാനിൽ നാം ഉത്തരമേറ്റെടുപ്പാനിടയാകണം. അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് നാം ഇന്ന് രാത്രി ശക്തിയോടെ ബലപ്പെടുവാനിടയാകണം. ദൈവത്തിന്റെ കൃപ ഉള്ളില് ക്ഷീണിച്ചു മടുക്കാതെ ഇന്ന് രാത്രിയിൽ ഉള്ളില് ബലമേറ്റെടുപ്പാനിടയാകണം. പ്രൈസ് ദി ലോർഡ്. ഒടുവില് കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവാനിടയാകണം. രക്തതാഴ്ചയം ഹാലിൽ ശക്തിപ്പെടുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. എങ്ങനെ ശക്തിപ്പെടണം? പുറമേ ശക്തിപ്പെടുവാനല്ല, ജഡികമായ അനുഭവത്തിലോ ഭൗതികമായ നിലകളിലുള്ള ശക്തിയോ ഹാലിലിയ അവസ്ഥകളോ സാഹചര്യങ്ങളോ ഉളവാക്കുന്ന അനുഭവമല്ല. പ്രാർത്ഥിക്കുന്ന ദൈവപൈതലേ, സ്തോത്രം, ആത്മാവ് നിറഞ്ഞ ദൈവപൈതലേ, ആരാധിക്കുന്ന ദൈവപൈതലേ, കൃപ പ്രാപിച്ച ദൈവത്തിന്റെ പൈതലേ, ഇന്ന് രാത്രികാലം നിന്റെ ഉള്ളിലുള്ളതായ ആത്മാവ് ഇന്ന് രാത്രിയിൽ ഒന്ന് ബലപ്പെടുവാനിടയാകട്ടെ. ആത്മാവൊന്ന് ശക്തിപ്പെടുവാനിടയാകട്ടെ. വലിയവനായ ദൈവം അങ്ങനെയെങ്കിൽ ഏലിയാവിനെ പുറത്തു കൊണ്ടുവന്നതുപോലെ ചില നിയോഗങ്ങൾ തന്നെടുത്തുകൊണ്ട് ചില അഭിഷേകങ്ങൾ നിന്നിലൂടെ നടത്തിയെടുക്കുവാൻ, ചില കാര്യങ്ങൾക്ക് ദർശനത്തിന് അവധി വെച്ചിരിക്കുന്ന ചില ദർശനങ്ങൾക്ക് ദൈവികമായ വിടുതലുകൾ തരുവാൻ നമ്മുടെ കർത്താവ് ഇന്ന് രാത്രിയിൽ നമ്മുടെ മധ്യ കടന്നു വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്നവർ കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബാബിലോണ്യരാൽ വല്ലാതെ, ഹല്ലേലൂയ, സ്തോത്രം, ദൈവത്തിന്റെ ജനം, ഹല്ലേലൂയ, അല്ലയ, സ്തോത്രം, പ്രതികൂലങ്ങൾ സഹിച്ചുകൊണ്ടിരുന്ന സമയത്ത്, ഹല്ലേലൂയ, സ്തോത്രം, ഹബക്കൂക്ക് ദൈവത്തോട് ചോദ്യം ചോദിപ്പാനിടയായി. പ്രൈസ് ദി ലോർഡ്. ഒരു ചോദ്യം ഒന്ന് വായിച്ച്, തന്റെ ചോദ്യം എന്തായിരുന്നു? പ്രധാന ഒരു ചോദ്യം. 1:13 ഒന്ന് വായിച്ചു. 1:13, ഹബക്കൂക്ക് 1:13. ഉള്ളോവേ, ദ്രോഹം പ്രവർത്തിക്കുന്നവരെ നീ വെറുതെ നോക്കുന്നതും പ്രൈസ് ദി ലോർഡ്. ഒരു ചോദ്യം ദൈവസന്നിധിയിൽ തൻ്റെ ജനത്തെ ഉദ്ദേശിച്ചുകൊണ്ട് ഹബക്കൂക്ക് ദൈവത്തോട് ചോദിക്കുകയാണ്, ദ്രോഹം പ്രവർത്തിക്കുന്നവരെ നീ വെറുതെ നോക്കുന്നതും. എന്നുവെച്ചാൽ വെറുതെ നോക്കുക, തൻ്റെ നോട്ടത്തിന് ഒരു ഫലമില്ല. എന്ന് വെച്ചാൽ അവരെ കഠിനമായിട്ട് നോക്കുന്നില്ല. ദോഷം പ്രവർത്തിക്കുന്നവരെ വെറുതെ ഒന്ന് കർത്താവ് ആ സമയത്ത് നോക്കുന്നതേ ഉള്ളൂ. മാത്രമല്ല, നോക്കുന്നതും ദുഷ്ടൻ തന്നിലും നീതിമാനായവനെ വിഴുങ്ങുമ്പോൾ നീ വിണ്ടാതിരിക്കുന്നതും എന്ത്? അങ്ങനെ ഞാനങ്ങ് ചേർത്ത് അവിടെ പറയട്ടെ. മനുഷ്യരെ സമുദ്രത്തിലെ മത്സ്യങ്ങളെ പോലെയും അധിപതിയില്ലാത്ത ഇഴജാതികളെ പോലെയും ആക്കുന്നതും എന്ത്? ചോദ്യം ഇതാണ്. ഹല്ലേലൂയ. ദുഷ്ടൻ നീതിമാനെ ഉപദ്രവിക്കുമ്പോൾ നീ ഹല്ലേലൂയ, സ്തോത്രം, മിണ്ടാതിരിക്കുന്നത് എന്താ? പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പൈതലേ, പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, ഹല്ലേലൂയ. ഇന്ന് രാത്രിയില നമ്മുടേതായ ജീവിതത്തിന്റെ പല മേഖലകളിലാ ആരാധിക്കുന്ന ദൈവജനത്തിന് പ്രതികൂലങ്ങൾ ധാരാളം അനുഭവിക്കേണ്ടി വരുന്ന കാലഘട്ടമാണ്. എവിടെയായിരുന്നാലും, ദേശപരമായി, രാഷ്ട്രീയപരമായാലും ഭരണപരമായിരുന്നാലും ജോലിപരമായിരുന്നാലും സാമൂഹികമായ അയൽപക്ക ബന്ധങ്ങളിലായിരുന്നാലും അല്ല സഭയുടെ അനുഭവത്തിലായിരുന്നാലും, ഹല്ലേലൂയ, പലപ്പോഴും ദൈവത്തിൻ്റെ ജനത്തെ ദുഷ്ടൻ തന്നിലും നീതിമാനായവനെ എന്ത് ചെയ്യുന്നുവെന്ന വിഴുങ്ങുമ്പോൾ ദൈവം മിണ്ടാതിരിക്കുന്നത് പോലെ തോന്നുകയാണ്. പ്രൈസ് ദി ലോർഡ്. രാത്രിയിലും ദൈവസന്നിധിയിൽ കർത്താവേ, നീതി ലഭിക്കാത്തത് എന്താ? ദുഷ്ടൻ നീതിമാനായ അനുഭവത്തിന്, നീതിമാനായിരിക്കുന്നവരുടെ ജീവിതത്തിൽ അതിരിക്കുന്നത് എന്താ? പ്രൈസ് ദി ലോർഡ്. ചോദ്യം ചോദിക്കുന്ന ദൈവപൈതലേ, നിനക്ക് ഉത്തരമുണ്ട്. പ്രൈസ് ദി ലോർഡ്. രാത്രി ദൈവത്തിന്റെ സന്നിധിയിൽ ചോദ്യങ്ങളുമായിരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, വലിയവനായ ദൈവം നിനക്ക് ഉത്തരം തരുന്ന ദൈവമാണ്. നിന്റെ ഏതെങ്കിലും മേഖലകളിൽ
അല്ലെ ന്യായം, പ്രൈസ് ദി ലോർഡ്, ന്യായം നിനക്ക് കിട്ടാത്ത വിധം, നീതി നിനക്ക് ലഭിക്കാത്ത വിധം, അല്ലെ ദുഷ്ടനായവൻ നീതിമാനായവന്റെ മേൽ, പ്രൈസ് ദി ലോർഡ്, അല്ലെ ആധിപത്യം പുലർത്തിക്കൊണ്ട് അവന്റെ നന്മയെ അടർത്തിക്കളയുവാൻ, അവന്റെ അനുഗ്രഹത്തെ ഇല്ലായ്മ ചെയ്യുവാൻ, അവന്റെ വരൾച്ചയെ മുരടിപ്പിക്കുവാൻ, ഹല്ലേലൂയ, പ്രാരംഭത്തിൽ തന്നെ മുളയിലെ നുള്ളിക്കളയുന്ന അനുഭവത്തില് ശത്രു നിനക്കെതിരെ വാടകോരുമ്പോൾ നീ ദൈവത്തോട് ഒരു പക്ഷേ ചോദിക്കാറുണ്ട്, നീ ഇത് കാണാതിരിക്കുന്നത് എന്താ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന്റെ പൈതലേ, നമ്മുടെ കർത്താവ് കാണുന്നവൻ തന്നെയാണ്. ഹല്ലേലൂയ. 1-ാം അധ്യായത്തിൽ അനേക ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളുടെ അതിൻ്റെ സാരാംശമായ ഒരു വാക്യമാണ് ഞാനിവിടെ വായിപ്പാനിടയായത്. 1:13 ഹല്ലേലൂയ. ആ ചോദ്യം ഇങ്ങനെയാണ് നമ്മൾ വായിച്ചത്. ഹല്ലേലൂയ. ദുഷ്ടൻ തന്നിലും നീതിമാനായവനെ വിഴുങ്ങിക്കളയുമ്പോൾ നീ മിണ്ടാതിരിക്കുന്നത് എന്താ? പ്രൈസ് ദി ലോർഡ്. രക്തത്താൽ ജയം, ഹല്ലേലൂയ. ദുഷ്ടന്മാരുടെ ചെങ്കോൽ നീതിമാന്മാരുടെ അവകാശത്തിന്മേൽ വെക്കുന്ന പിശാചിന്റെ പദ്ധതികളാണ്. ദുഷ്ടന്റെ ഹല്ലേലൂയ ചെങ്കോല നീതിമാന്റെ നന്മകളിൽ വെച്ച് അവനെ ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിക്കുന്ന പിശാചിന്റെ പദ്ധതികളാണ്. എത്ര പ്രാർത്ഥിച്ചിട്ടും എത്ര പ്രവർത്തിച്ചിട്ടും എത്ര അതിനെതിരെ ഇറങ്ങിച്ചെന്നിട്ടും ഹല്ലേലൂയ ഒരു പക്ഷേ നമുക്കതിൽ നിന്ന് കരകയറുവാൻ കഴിയാതെ നാം ദൈവത്തോട് ചോദിക്കുന്നുണ്ടായിരിക്കും, നീ മിണ്ടാതിരിക്കുന്നത് എന്താ? രക്തം ജയം, അല്ലെ നീതി ഉള്ളവർ ദൈവത്തെ, നീതി ലഭിച്ചവർ ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. നാം എല്ലാം ദൈവത്തിലെ എവിടെ ഇരിക്കുന്ന എല്ലാവരും നീതിമാന്മാരായിരിക്കാലൊന്ന് ദൈവത്തെ സ്തുതിച്ചേ. നമ്മുടെ സ്വയനീതി അല്ല, ഹല്ലേലൂയ, കർത്താവ് നമ്മെ നീതീകരിച്ച വിധമോർത്തൊന്ന് ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ, സ്തോത്രം. തന്റെ പുത്രന്റെ രക്തത്താൽ അവൻ നമ്മെ നീതീകരിപ്പാനിടയായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീതിമാന് വിരോധമായി ധാർഷ്ട്യം സംസാരിക്കുന്ന ദുഷ്ട സിംഹാസനങ്ങൾ അവിടെ ഉണ്ട്. രക്തത്താൽ ജയം. നിരാത്തിൽ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ കരമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭൂമിഷ്ഠയോടെ അലറുന്ന സിംഹം പോലെ നിനക്കെതിരെ ശത്രു നാവ് പിളർക്കുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം. നീതിമാനായ ദൈവത്തിന്റെ, നീതിമാന്മാരായി കർത്താവിനാൽ വിളിക്കപ്പെട്ട ദൈവത്തിന്റെ പൈതലേ, നിന്റെ നീതി വെളിപ്പെടുന്ന ഒരു ദിവസമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മെ നീതീകരിച്ചതിനാൽ ദൈവത്തെ സ്തുതിക്കാം. ദൈവം നമ്മെ നീതിയിൽ നമ്മുടെ സ്വന്തം നീതിയല്ല. ഹല്ലേലൂയ, കർത്താവ് എന്ത് ചെയ്തു? തന്റെ പുത്രന്റെ രക്തത്താൽ അവൻ നമ്മെ കഴുകി ശുദ്ധീകരിപ്പാനിടയായി. ഹല്ലേലൂയ. ദൈവം നീതീകരിച്ചവനെ ആര് കുറ്റം ചുമത്തും? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീതീകരിക്കുന്നവൻ ദൈവം, കുറ്റം ചുമത്തുന്നവൻ ആര്? ഇന്ന് രാത്രിയിൽ ദൈവത്തിന് സന്നിധിയിലായിരിക്കും ദൈവത്തിലെ പലരും കുടുംബ വിഷയങ്ങളിൽ ഭാരം അനുഭവിക്കുന്നവരിന്റെ മധ്യയിലുണ്ട്. സ്തോത്രം. ജീവിതത്തിന്റെ വിവിധ മേഖലകളിലാ നീതി ലഭിക്കാതെ ഭാരത്തോടെ ആയിരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഈ വചനം നിന്നോട് ഇടപെടുകയാണ്. കഴിഞ്ഞ നാളുകളില് ഈ വചന നിമിത്തം നീ നീതിയോടെ പലതും സഹിച്ചത് കൊണ്ട് അർഹമായത് പലതും നിനക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം. ദുഷ്ടൻ പലപ്പോഴും നിന്റെ മേൽ ചെങ്കോൽ വെച്ച അനുഭവങ്ങള് നിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ഇന്ന് രാത്രിയില് നിന്റെ നന്മകൾ ശത്രു മുടക്കിയ പല സാഹചര്യങ്ങള് നിന്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടായിരിക്കാം. ആരോടും പറയാതെ സ്തോത്രം പറഞ്ഞ ദൈവത്തെ ഏൽപ്പിച്ച ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അവർക്ക് വേണ്ടിയാ കർത്താവ് ഇറങ്ങുന്നത്. അവർക്ക് വേണ്ടിയാണ് നാളെ നീതി വെളിപ്പെടുന്നത്. അവർക്ക് വേണ്ടിയാണ് ദർശനത്തിന്റെ അവധി മാറ്റിവെച്ചിരിക്കുന്നത്. അവർക്ക് വേണ്ടിയാണ് ദൈവം തക്ക സമയത്ത് ഇറങ്ങി ദുഷ്ടന്റെ ചെങ്കോലിനെ ഒടിക്കുന്നത്. ദുഷ്ടന്റെ ചെങ്കോലിനെ ഒടിക്കുന്ന ദൈവത്തിന്റെ കരം യേശുവിന്റെ അധികാരമുള്ള നാമത്തില് അവകാശങ്ങളിൽ മേൽ ആധിപത്യം വെച്ചുകൊണ്ട്, ആധിപത്യം പുലർത്തിക്കൊണ്ട്, ചെങ്കോൽ വെച്ചുകൊണ്ട് ശത്രുവായവൻ ഒരുക്കുന്ന എല്ലാ ഹല്ലേലൂയ സ്തോത്രം എല്ലാ ചെങ്കോലിനെയും അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ശാസിക്കുകയാണ്. ദുഷ്ടൻ നീതിമാന്റെ മേൽ ഹല്ലേലൂയ വെക്കുന്ന സകല അനുഭവങ്ങളുടെ മേലും ഇന്ന് രാത്രി കർത്താവ് ജയം തരികയാണ്. വിശ്വസിക്കുന്നവർ ദൈവമക്കൾ ദൈവത്തെ സ്തുതിച്ചാടും. അവൻ ദുഷ്ടന്റെ ചെങ്കോലിനെ ഒടിക്കുന്ന ദൈവമാണ്.
നീതിമാന്മാർക്ക് പ്രത്യാശയുടെ വഴി ഒരുക്കുന്ന ദൈവമാണ്. നീതിമാന് പ്രകാശം ഉദിപ്പിക്കുന്ന ദൈവമാണ്. സ്തോത്രം പറയാമോ? നീതിമാന് പ്രകാശം ഉദിക്കും. ഇരുട്ടില് വെളിച്ചമുദിക്കും. സ്തോത്രം. ഞാൻ വചനത്തിൽ മുൻപോട്ട് പോകട്ടെ. 1:13 ചോദിക്കുന്ന ചോദ്യത്തിന്റെ പ്രധാന സാരാംശം ഇതാണ്: ദുഷ്ടൻ തന്നിലും നീതിമാനായവനെ വിഴുങ്ങുമ്പോൾ നീ മിണ്ടാതിരിക്കുന്നത് എന്താ? ഇതുപോലെയാണെന്നൊക്കെ അവിടെയുണ്ട്. മത്സ്യത്തെ പോലെയും ഒരു മനുഷ്യൻ സമുദ്രത്തിലെ മത്സ്യങ്ങളെ പോലെയും അധിപതിയല്ലാത്ത ഇഴജാതികളെ പോലെയും ആക്കുന്നത് എന്തേന്ന് അവിടെ ചോദ്യം ചോദിക്കുകയാണ്. ഹല്ലേലൂയ. എന്നാൽ ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞല്ലോ, ദൈവജനം അനുഭവിക്കുന്നല്ലോ നമ്മുടെ പല ചോദ്യങ്ങൾക്കും കർത്താവ് മറുപടി തന്നിട്ടുണ്ട്. ദൈവത്തോട് ധിക്കാരത്തിലല്ല നാം ചോദിക്കുന്നത്, ദൈവത്തോട് എളിമയോടാ ചോദിക്കുന്നത്. ദൈവത്തോട് എന്തേ എന്ന് ചോദിപ്പാൻ ഒരു ദൈവവൈതലിന് അധികാരമില്ല. സ്തോത്ര. ഹല്ലേലൂയ. അവൻ തരുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ദൈവസന്നിധിയിൽ താഴ്മയോടെ എളിമയോടെ സ്തോത്രം പറഞ്ഞ ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി കാത്തിരുന്ന് ഏൽപ്പിച്ചു കൊടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എന്നാൽ പ്രവാചകനാ ദൈവത്തോട് ചോദ്യം ചോദിച്ചു. ഹല്ലേലൂയ. അതിന് മറുപടിയായിട്ട് 2:4 ഒന്ന് വായിക്കാം. 2:4. നീതിമാനോ, ദൈവത്തിന്റെ മറുപടിയാ. അത് എവിടെ മുതൽ നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. 2-ാമത്തെ അദ്ദേഹത്തിന് 1-ാം വാക്യം വായിക്കുമ്പോൾ, ഞാൻ കൊത്തളത്തിൽ നിന്ന് കാവൽ കാത്തുകൊണ്ട് ഹബക്കൂക്ക് പറയുകയാണ്, ദൈവം എന്നോട് എന്ത് അരുളി ചെയ്യും എന്ന് അറിയേണ്ടതിന് വേണ്ടി ഞാൻ ദൈവസന്നിധിയിൽ ആവലാതി സംബന്ധിച്ച് എന്ത് ഉത്തരം പറയണമെന്നും കാണേണ്ടതിന് ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ ദൃഷ്ടി വച്ചായിരിക്കും. പ്രാർത്ഥിക്കുന്ന ദൈവവേദലേ, നിനക്കൊരു കാത്തിരിപ്പ് ആവശ്യമാണ്. അതാണ് അവിടെ കാണുന്നത്. എൻ്റെ കർത്താവ് എന്നോട് എന്തുത്തരം പറയുമെന്ന് അറിയുവാൻ ഞാൻ ദൈവസന്നിധിയിൽ ദൃഷ്ടി വച്ചായിരിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥന, ദൈവത്തോട് അപേക്ഷിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ദൈവം നിനക്ക് മറുപടി തരുന്ന ഒരു ദിവസമുണ്ട്. അതിന് നിനക്കൊരു കാത്തിരിപ്പ് ആവശ്യമാണ്. യഹോവയെ കാത്തിരിക്കുന്നവരാ. 40-ാം സങ്കീർത്തനത്തിലോ ഞാൻ യഹോവയ്ക്കായിട്ട് കാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞ് എന്റെ നിലവിളി. ഇപ്പൊ കാത്തിരിക്കുന്ന ദൈവ പൈതലിന് നിലവിളിക്ക് മറുപടിയായിട്ട് അടുത്തു വരുന്ന ഒരു ദൈവമുണ്ട്. പ്രാർത്ഥിച്ച ഉടനെയല്ല മറുപടി ഒരുപക്ഷെ ലഭിക്കുന്നത്. ദൈവത്തിന്റെ പൈതലേ, അല്ലെ, പ്രാർത്ഥിച്ച് നിനക്കൊരു ദൃഷ്ടി വെച്ച് ദൈവസന്നിധിയിൽ നിനക്കൊരു കാത്തിരിക്കുന്ന അനുഭവം നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ തക്ക സമയമാകുമ്പോൾ അവൻ മറുപടിയുമായിട്ട് അടുത്തു വരുവാനിടയാകും. 2-ാം വാക്യം 2-ാം അധ്യായത്തിൽ അവിടെയാണ് ദൈവത്തിന്റെ ഉത്തരം തുടങ്ങുന്നത്. യഹോവ എന്നോട് ഉത്തരം അരുളിയത്, നീ ദർശനം എഴുതുക. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ മറുപടി അവിടെ ദർശനത്തിലൂടെ ഓടിച്ച് അത് എഴുതത്തക്കവണ്ണം പലകയിൽ എഴുതുവാൻ ഹബക്കൂക്കിന് ഹല്ലേലൂയ സ്തോത്രം വലിയവനായ കർത്താവ് അവിടെ നിർദ്ദേശം കൊടുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ 2-ാം അധ്യായത്തില് 2-ാം വാക്യം മുതൽ ദൈവം ഹല്ലേലൂയ അവിടെ തങ്ങൾക്കെതിരായിട്ട് ഭാരതത്തിൽ തങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ തങ്ങൾക്ക് മറുപടി തരുന്ന ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിന്റെ വിധത്തെ കുറിച്ച് ദൈവം അവിടെ ദർശനത്തിൽ തനിക്ക് വെളിപ്പെടുകയാണ്. സ്തോത്രം. ദൈവത്തിന്റെ പൈതലേ, 2-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ മറുപടി വെളിപ്പെടുകയാണ്. നീ ദർശനം എഴുതുക എന്ന് പറഞ്ഞിട്ട് 3-ാം വാക്യത്തിൽ വായിക്കുന്ന ദർശനത്തിനൊരു അവധിയുണ്ട്. പെട്ടെന്നില്ല, ദർശനത്തിനൊരു അവധിയുണ്ട്. അത് സമാപ്തിയിലേക്ക് ഇങ്ങനെ ബന്ധപ്പെടുകയാണ്. സമയമൊന്നും തെറ്റത്തില്ല. താമസിക്കുമില്ല. എന്നിട്ടാണ് അവൻ്റെ മനസ്സ് അവൻ അഹങ്കരിച്ചിരിക്കുന്നു, അത് നേരുള്ളതല്ല എന്ന് പറഞ്ഞിട്ട് ഉത്തരം ഹല്ലേലൂയ കർത്താവ് ഹബക്കൂക്കിന് കൊടുക്കുകയാണ്.
നീതിമാനോ വിശ്വാസത്താൽ ജീവിക്കും. ദുഷ്ടൻ തന്നിലും നീതിമാനായവനെ വിഴുങ്ങുമ്പോൾ നീ ഹല്ലേലൂയ മറന്ന് കളഞ്ഞിരിക്കുന്നത് എന്ന ചോദ്യത്തിന് ദൈവം അവിടെ മറുപടി കൊടുക്കുകയാണ്. നീതിമാൻ വിശ്വാസത്താൽ ജീവിച്ചിരിക്കും. വചനം മനസ്സിലായവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഹബക്കൂക്കിന്റെ ചോദ്യം ഇതായിരുന്നു, ദുഷ്ടൻ തന്നിലും നീതിമാനായവനെ വിഴുങ്ങിക്കളയുന്നത് നീ മറന്നു കളഞ്ഞിരിക്കുന്നത് എന്താ? അവിടെ ദൈവത്തിന്റെ മറുപടി എന്തുവാ? എന്റെ നീതിമാൻ എന്ത് ചെയ്യും? വിശ്വാസം. ഇതാണ് പുതിയ നിയമത്തില് കൊട്ടേഷനായിട്ട് അത് എടുത്തെഴുതിയിരിക്കുന്നത്. റോമാലേഖനത്തിലും മറ്റു പല ലേഖനങ്ങളും എബ്രായ ലേഖനത്തിലൊക്കെ ആ വചനം എടുത്തെഴുതിയിട്ടുണ്ട്. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. എന്റെ നീതിമാൻ എങ്ങനെ ജീവിക്കും? വിശ്വാസത്താൽ. അങ്ങനെയെങ്കിൽ ദൈവവൈതലേ, ശത്രു നിന്നെ വിഴുങ്ങുവാൻ, പിശാച് നിന്റെ ഭവനത്തിൽ തകർച്ചകൾ ഇടുവാൻ, നിന്റെ ജീവിതത്തിന്റെ പല മണ്ഡലങ്ങളിലും നീതിമാനായ നിന്നെ ഉപദ്രവിപ്പാൻ ശത്രുവായവൻ അതിന്റെ പദ്ധതികളിട്ട് നിന്നെ വിഴുങ്ങിക്കളയുവാൻ നോക്കുമ്പോൾ ഹല്ലേലൂയ, ദൈവത്തിന് നിന്നോടുള്ള മറുപടി ഇതാണ്, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അപ്പൊ നമ്മളെങ്ങനെയാ ഇതിന്റെ മധ്യേ ജയമെടുക്കേണ്ടത്? ഏത് വിഷയത്തിന്റെ മധ്യയിലും ഒരു ദൈവ പൈതല വിശ്വാസത്താൽ ജയമെടുക്കണം. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്താലാണ് ദൈവ പൈതലിന് ജയം. പ്രൈസ് ദി ലോർഡ്. പ്രതികൂലങ്ങൾ കടന്നു വരട്ടെ, പോരാട്ടങ്ങൾ കടന്നു വരട്ടെ, എതിർപ്പുകൾ കടന്നു വരട്ടെ, വെല്ലുവിളികൾ കടന്നു വരട്ടെ, ശത്രു വിഴുങ്ങുന്ന അനുഭവങ്ങൾ നിന്റെ ജീവിതത്തിൽ കടന്നു വരട്ടെ, നീ മാനുഷികമായ പദ്ധതികൾ അതിനെതിരെ ഒരുക്കി കൂട്ടുവാൻ അല്ല, മാനുഷികമായ മറുപടികൾ പറയുവാൻ നീ കണക്ക് കൂട്ടുകയല്ല. ഒരു ദൈവ പൈതലാണ് എങ്കിൽ നീ വിശ്വാസത്താൽ അതിന്റെ മേൽ ജയമെടുക്കണം. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുന്നു എങ്കിൽ എന്റെ ഉള്ളത്തിന് അവനിൽ എന്തില്ല? അപ്പൊ വിശ്വാസത്താൽ ജീവിപ്പാൻ വിളിക്കപ്പെട്ടവര് വിശ്വാസത്താൽ ജീവിച്ചില്ല എങ്കിൽ കർത്താവ് ഇന്ന് രാത്രിയിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് സ്തോത്രം പറഞ്ഞില്ല. സ്തോത്രം പറഞ്ഞില്ല. വിളിക്കപ്പെട്ട ദൈവവൈതലേ, ഏതൊരു വിഷയത്തിനും വിശ്വാസത്താലുള്ള മറുപടി കണ്ടെത്തുവാനാണ് ദൈവം എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുന്നത്. ജീവിതത്തിൽ ഭാരം വരുമ്പോൾ, രോഗം വരുമ്പോൾ, ശത്രുവിന്റെ വെല്ലുവിളികൾ വരുമ്പോൾ, നിനക്ക് നീതി ലഭിക്കാതെ ഇരിക്കുമ്പോൾ, നിന്റെ ജീവിതത്തില് പ്രതികൂല സാഹചര്യങ്ങള് പിശാച് കൊണ്ടിടുമ്പോൾ, പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നീ അതിന്റെ മേൽ വിശ്വാസത്താൽ ജയമെടുക്കുവാനിടയാകണം. എന്റെ നീതിമാൻ വിശ്വാസത്താലാണ് ജീവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പിന്മാറുന്നു എങ്കിൽ എൻ്റെ ഉള്ളത്തിന് അവനിൽ എന്തില്ല? അപ്പൊ ദൈവപ്രസാദം നഷ്ടപ്പെടും നീ വിശ്വാസത്താൽ അതിന് ഉത്തരം കണ്ടെത്തിയില്ലെങ്കിൽ. നമുക്ക് എന്തുവാ വേണ്ടത്? നമ്മുടെ ക്രിസ്തീയ ജീവിതത്തില് മനുഷ്യപ്രസാദമല്ല. സ്തോത്രം പറയാമോ? മനുഷ്യപ്രസാദമല്ല. ദൈവവൈതലേ, ദൈവം നിന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നീ ദൈവത്തിന്റെ പ്രസാദം നേടണം. ലോകത്തിന്റെ കയ്യടികളല്ല. ദൈവം നിന്നെ ഓർത്ത് ഹല്ലേലൂയ പ്രതിനിൽ പ്രസാദിപ്പാനിടയാകണം. ലോകത്തിന്റെ അംഗീകാരം കിട്ടിയില്ല എങ്കിലും നീ ദൈവത്തിലെ വിശ്വാസത്താൽ ആശ്രയിച്ച് അടുത്തു വരുന്നുവെങ്കിൽ നിന്റെ ദൈവം നിന്റെ വിഷയത്തിൽ നിന്നിൽ പ്രസാദിപ്പാനിടയാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പുതിയ നിയമത്തില് പൗലോസ് ചേർത്തെഴുതുകയാണ്. ഹബക്കൂക്ക് ഇവിടെ ഇത്രയും പറഞ്ഞ് കർത്താവിങ്കിൽ നിന്ന് പ്രാപിച്ച ആലോചന ഹബക്കൂക്ക് ഇങ്ങനെയാണ് പറഞ്ഞത്, നീതിമാനോ വിശ്വാസത്താൽ ജീവിച്ചിരിക്കും. ഈ ഭാഗത്തിന്റെ കൊട്ടേഷൻ പുതിയ നിയമത്തിൽ എഴുതിയിട്ട് പൗലോസ് പറയുകയാണ്, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുന്നുവെങ്കിൽ എൻ്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. സ്തോത്രം. ദൈവപ്രസാദത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ വിടുതലിനു വേണ്ടി കാത്തിരിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതിനുവേണ്ടി ദൃഷ്ടി വെച്ച് ദൈവം തരുന്ന നിമിഷം, മറുപടി തരുന്ന നിമിഷം വരെയും അതിനുവേണ്ടി ആവലോടെ ദൃഷ്ടി വെച്ച് കാത്തിരിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ പ്രാർത്ഥിക്കുന്ന വിഷയത്തില് അത് മനസ്സിൽ വരട്ടെ. ഭാരത്തോടെ ഇന്ന് രാത്രി ആര് ദൈവസന്നിധിയിലായിരിക്കുന്നുവോ ആ വിഷയം നിന്റെ ഹൃദയത്തിൽ വരട്ടെ. ദൈവസന്നിധിയിൽ പറ, ഞാൻ അതിൻ്റെ മേൽ വിശ്വാസത്താൽ ഒരു ജയം ഏറ്റെടുക്കും. എൻ്റെ വഴികളല്ല, എൻ്റെ വിചാരങ്ങളല്ല,
എൻ്റെ പദ്ധതികളല്ല, എൻ്റെ മറുപടികളല്ല. ഞാൻ മൗനമായിട്ട് ദൈവമേ നിന്റെ സന്നിധിയിൽ ദൃഷ്ടി വെച്ച് കാത്തിരിക്കുന്നു. എനിക്ക് അവിടുന്ന് ഒരു മറുപടി തരണമേ. കർത്താവ് ഹബക്കൂക്കിന് മറുപടി കൊടുത്തു, അല്ല എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതെല്ലാം എന്നിട്ട് അതിനകത്ത് അനേക മറുപടികൾ ആ 2-ാം അധ്യായത്തിൽ ഉണ്ട്. എന്നാൽ ഹല്ലേലൂയ, സ്തോത്രം, ഇത് രണ്ടും അനുഭവിച്ച, പ്രാർത്ഥിച്ച് ചോദിച്ചു, പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടി. മറുപടി കിട്ടിയത് ദർശനത്തിനൊരു മറുപടി എന്നാണ്, പെട്ടെന്നില്ല. ദർശനത്തിനൊരു അവധി വച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക്. എന്നിട്ട് പ്രവാചകനായ ഹബക്കൂക്ക് കേട്ട മറുപടിയുമായിട്ട് വെറുതെ ഇരിപ്പാനല്ല, അത് ദൈവസന്നിധിയിൽ വെച്ചുകൊണ്ട് താൻ ഭയപ്പെട്ട് പ്രാർത്ഥനയിൽ പാടുവാനിടയായി. സ്വത്രം, ഒന്നാമത് നീ ദൈവത്തോട് ചോദിക്കണം, നിനക്ക് മറുപടി നിശ്ചയമാണ്. ദൈവവേദന മറുപടി കിട്ടുന്നത് പെട്ടെന്നായിരിക്കത്തില്ല. ദൈവം ദർശനത്തിന് അവധി വെച്ചിട്ട് നിനക്ക് മറുപടി തരാനിടയാകും. എന്നാൽ അത് നമ്മുടെ ജീവിതത്തിൽ നാം പ്രാപിച്ചെടുക്കുന്നത് വരെയും നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകേണ്ടുന്ന ഒരു അനുഭവമാണ്. 3-ാം അധ്യായത്തിൽ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് വിഭ്രമരാഗത്തില് താൻ ദൈവസന്നിധിയിൽ പാടി പ്രാർത്ഥിപ്പാനിടയായി. സ്തോത്രം, പ്രാർത്ഥന തുടങ്ങട്ടെ. പ്രൈസ് ദി ലോർഡ്. നിന്റെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന ഒന്നുകൂടെ തുടങ്ങട്ടെ. ദൈവമായതല്ലേ, ഇന്ന് രാത്രി ഉപവാസത്തിന്റെ ആദ്യ രാത്രിയിൽ തന്നെ നിന്റെ ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന ഒന്ന് ആരംഭിക്കട്ടെ. നീ ചോദിച്ച വിഷയങ്ങൾക്ക് മറുപടി ദൈവം തരുമെന്ന് പറഞ്ഞ വിഷയങ്ങൾക്ക് അത് കണ്ണടച്ച് കളയുവാനല്ല, അതിനുമേൽ ജാഗരിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അവരുടെ ജീവിതത്തിൽ വലിയവനായ ദൈവം പ്രത്യാശ തന്ന്, അവരുടെ ജീവിതത്തിൽ ദൈവം പ്രത്യാശ തന്ന് അവരെ വഴി നടത്തുവാനിടയാകും. പ്രൈസ് ദി ലോർഡ്. തൻ്റെ പ്രാർത്ഥനയുടെ അവസാനമായിട്ട് തൻ ദൈവത്തിൽ വളരെ പ്രത്യാശയുള്ളവനാകുവാനിടയായി. വിഭ്രമരാഗത്തിലാണ് താൻ പാട്ട് തുടങ്ങിയതെങ്കിലും തൻ്റെ പ്രാർത്ഥനയുടെ അവസാനം വരുമ്പോൾ ദൈവത്തോട് ചോദിച്ച് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചതായ ഹബക്കൂക്ക് ദൈവസന്നിധിയിൽ പറയുകയാണ്, എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും. ബാബിലോണ്യ അനുഭവത്തില്, നീതി ലഭിക്കാത്ത അവസ്ഥയില്, ഭാരത്തോടെ ഉപദ്രവം സഹിച്ചുകൊണ്ട് ഹല്ലേലൂയ ഹബക്കൂക്ക് അല്ലെങ്കിൽ യഹൂദാ ജനം അവിടെ ആയിരിക്കുമ്പോഴ് ദൈവത്തിന്റെ സന്നിധിയില് താൻ ധൈര്യമേറ്റെടുക്കുകയാണ്. സ്തോത്രം. രാത്രി തളർച്ചയോടെ ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി ബലമേറ്റെടുക്കണം. ഭാരത്തോടെ ദൈവത്തിന്റെ സന്നിധിയിൽ ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ ഈ രാത്രി ബലമേറ്റെടുക്കണം. നിന്റെ സാഹചര്യം, നമ്മുടെ പലപ്പോഴുമുള്ള ആഗ്രഹം ഇതാണ്, ഹല്ലേലൂയ, പ്രതികൂല സാഹചര്യം കടന്നു വരുമ്പോൾ ദൈവം എല്ലാം പെട്ടെന്നൊന്ന് അനുകൂലമാക്കി തരണമെന്ന്. എന്നാൽ ഇവിടെ ഒരു പ്രത്യേക ഹബക്കൂക്കിനെ പ്രത്യേക നിലയിൽ നമുക്ക് ഇന്ന് രാത്രി കാണുവാൻ കഴിയുകയാണ്. ഹല്ലേലൂയ, തൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായിട്ട് ചിലത് ഭവിക്കുമ്പോഴും താൻ ദൈവസന്നിധിയിൽ വിശ്വാസവും പ്രത്യാശയും ഉള്ളവനായി തീരുവാനിടയാകും. ദൈവവേദലേ, പ്രത്യാശയ്ക്ക് വിരുദ്ധമായിട്ട്, പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായിട്ട് ചിലത് സംഭവിക്കുമ്പോൾ തളർന്നു പോകുന്ന അനുഭവമാണോ ഇന്ന് രാത്രികാലം നിനക്കുള്ളത്? സ്തോത്രം. പ്രതീക്ഷിക്കുന്നത് അതുപോലെ പെട്ടെന്ന് ജീവിതത്തിൽ കടന്നു വന്നില്ല എങ്കിൽ നിരാശപ്പെട്ട് ദൈവസന്നിധിയിൽ ദൈവത്തോട് പിറുപിറുത്ത് ദൈവസന്നിധിയിൽ പിന്മാറ്റത്തിലേക്ക് പോകുന്ന അനുഭവമാണോ നിനക്കുള്ളത്? അതോ ഹബക്കൂക്കിനെ പോലെ എങ്കിലും എന്ന് പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രത്യാശയും വിശ്വാസവും ഏറ്റെടുക്കുന്ന അനുഭവമാണോ? ഹബക്കൂക്ക് അവിടെ പറയുകയാണ്, അത്തിവൃക്ഷം എന്ത് ചെയ്യത്തില്ല, തളിർക്കയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല. നമുക്ക് വളരെ സുപരിതമായൊരു ഭാഗമാണ്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഇവിടുമായുള്ള ബന്ധത്തിൽ ഇത് പല ഭാഗങ്ങൾ ചിന്തിപ്പിച്ചു. ദൈവം ഇന്ന് പകൽക്കാലം വ്യക്തമായിട്ട് എന്നോട് ഈ ഭാഗത്തെ തൊടുവാൻ ഇടപെടുവാനിടയായി. ഒരു പ്രത്യേക പ്രകാശനം തന്നതുകൊണ്ടാണ് ഈ എല്ലാവർക്കും അറിയാവുന്ന ഈ ഭാഗം ഞാൻ ഇവിടെ എടുക്കുവാനിടയായത്. ഹല്ലേലൂയ. ഇതെല്ലാവർക്കും സുപരിതമായിരിക്കാൻ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. എന്നാൽ അപ്പോൾ തന്നെ
അത്തിവൃക്ഷം തളിർക്കയില്ല, മുന്തിരി വള്ളിയിൽ അനുഭവമുണ്ടാകയില്ല, ഒലിവ് മരത്തിന്റെ പ്രയത്നം എന്തായി പോകും? നിഷ്ഫലമാകും. നിലങ്ങൾ ആഹാരം തരേണ്ടതായ നിലങ്ങള് ആഹാരം വിളയിക്കുകയില്ല. ആട്ടിൻകൂട്ടം പ്രസവിച്ച് കുഞ്ഞുങ്ങളും അതുപോലെ പാലും തന്ന് അനുഗ്രഹം തരേണ്ടുന്ന സ്ഥാനത്ത് തൊഴുത്തിൽ അവ നശിക്കുന്ന അനുഭവം. അടുത്തത്, ഗോശാലകളിലും കന്നുകാലികൾ അതുപോലെ വർധനവിലായി തീരേണ്ടുന്ന സ്ഥാനത്ത് അവ ഉണ്ടാകാതെ ഇരിക്കുന്ന അനുഭവങ്ങളാ. ഇങ്ങനെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായിട്ട് പലതും സംഭവിച്ചാലും ഹബക്കൂക്ക് അവിടെ പറയുകയാണ്, എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും. നിരാശയ്ക്കുള്ള അനേക വകകൾ, അനേക സന്ദർഭങ്ങൾ തൻ്റെ ജീവിതത്തിൽ കടന്നു വന്നാലും ഹല്ലേലൂയ ചോദ്യം ചോദിച്ച് ഉത്തരം പ്രാപിച്ച് ദർശനം പ്രാപിച്ച് പ്രാർത്ഥിക്കുന്നതായ ഹബക്കൂക്ക് അവസാനം വലിയ പ്രത്യാശയുള്ളവനായി തീരുവാനിടയായി. ദൈവത്തില് വലിയ വിശ്വാസമുള്ളവനായി തീരുവാനിടയായി. അവൻ പറയുകയാണ്, എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തില് ഘോഷിച്ചുല്ലസിക്കും. ഈ രാത്രിയില് ദൈവത്തില് പ്രതികൂല സാഹചര്യങ്ങളില് ആനന്ദിച്ച് ആർക്കുവാൻ കഴിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ വചനത്തിൽ ദൈവത്തിലെ നിന്റെ സാഹചര്യങ്ങളെ ഒന്ന് മാറ്റിവെക്കാം, നിന്റെ പ്രതികൂലങ്ങളെ ഇന്ന് രാത്രി ഒന്ന് മാറ്റിവെക്കാം. ഈ ഉപവാസത്തിന്റെ ആരംഭരാത്രിയില് ഹല്ലേലൂയ നിനക്ക് വേദന തരുന്ന ഉത്തരം ലഭിക്കാത്ത ചില വിഷയങ്ങള് ദൈവകരങ്ങളിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തിട്ട് ഒരാനന്ദത്തിന്റെ അനുഭവത്തിലേക്ക് നിന്റെ ആത്മാവിനെ, ഹൃദയത്തെ ദൈവസന്നിധിയിൽ ഈ രാത്രികാലം ഒന്ന് വിട്ടുകൊടുത്താട്ടും. അങ്ങനെയുള്ളവർ ദൈവത്തെ അല്പസമയം ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ പ്രതികൂലങ്ങളെ നിന്റെ സന്നിധിയിൽ ഞങ്ങളൊന്ന് ഇറക്കി വെക്കുകയാണ്. രക്തത്താൽ ജയമെടുക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ആനന്ദിപ്പാൻ, ഘോഷിപ്പാൻ, സന്തോഷിപ്പാൻ ചില വഴികൾ കർത്താവേ ജനത്തിന് വേണ്ടി അവിടുന്ന് ഒരുക്കണമേ കർത്താവേ. ആനന്ദത്തിന്റെ വഴികൾ അവിടുന്ന് ഒരുക്കണമേ കർത്താവേ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തില് ഉള്ളത്തെ തണുപ്പിക്കുന്ന ദൈവത്തിന്റെ കൃപ, നിരാശകളെ മാറ്റുന്ന ദൈവ സാന്നിധ്യം, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് നടത്തുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലം ചില ഉള്ളങ്ങളിൽ വ്യാപരിക്കട്ടെ. ചോദ്യങ്ങൾ ഇന്ന് രാത്രി അവസാനിക്കട്ടെ. ഉത്തരങ്ങൾ ദൈവത്തിൽ നിന്ന് പ്രാപിക്കട്ടെ. പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ഈ ദിനങ്ങളിൽ മുഴങ്കാലുകൾ മടക്കട്ടെ. വിശ്വാസത്തിന്റെയും ഹല്ലേലൂയ പ്രത്യാശയുടെയും അനുഭവം ദൈവജനം ഏറ്റെടുക്കട്ടെ. പ്രാർത്ഥിക്കുന്ന ദൈവവൈതലേ, ഹല്ലേലൂയ നിനക്ക് ദൈവത്തിൽ ഒരു ആനന്ദമുണ്ട്, രക്ഷയുടെ ദൈവത്തിൽ ഒരു ഘോഷിച്ചുല്ലസിക്കും. ഞാൻ പറഞ്ഞു വരുന്നത് നിന്റെ ജീവിതത്തിലെങ്കിലും എന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ സാഹചര്യങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ദൈവത്തിൽ സന്തോഷിപ്പാൻ ദൈവം നിനക്ക് വഴികളെ ഒരുക്കുവാനിടയാകും. ഈ അവസ്ഥയിലായിരുന്ന ചില ദൈവദാസന്മാര് തങ്ങളുടെ പ്രതികൂലങ്ങളില് പിന്നത്തേതില് പ്രതികൂലങ്ങളെ മാറ്റി എന്നാലും ഞാൻ ദൈവത്തോട് ചേർന്നിരിക്കുമെന്ന് പറഞ്ഞ ചില വചനങ്ങൾ മാത്രം പെട്ടെന്ന് തൊട്ടൊന്ന് പറഞ്ഞ് ഞാൻ ഇരുപ്പാൻ ആഗ്രഹിക്കുന്നു. ഒന്ന് രണ്ട് വാക്യങ്ങളൊന്ന് വായിക്കാം. സങ്കീർത്തനങ്ങൾ 73:23 ഒന്ന് വായിച്ചേ. സങ്കീർത്തനങ്ങൾ 73:23 ആസാഫിന്റെ പ്രൈസ് ദി ലോർഡ്. ആസാഫ് അവിടെ പറയുകയാണ്, ആസാഫിന്റെ കാര്യം നമുക്കറിയാം. താൻ വളരെ പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുവാനിടയായി. പ്രതികൂലം മറ്റൊന്നുമല്ല, താൻ നീതിമാനായി നിലനിന്ന് മുൻപോട്ട് പോയപ്പോൾ തനിക്ക് മാത്രം പ്രശ്നങ്ങളാണ്. ദുഷ്ടന്റെ ദൃഷ്ടി ഉന്തി നിൽക്കുന്നു. അവന്റെ നാവ് അവൻ ആകാശത്തോളം ഉയർത്തുന്നു. അവന് ഒരു ബാധയുമില്ല, അവനൊരു പ്രശ്നവുമില്ല. നമുക്കറിയാം ആസാഫിന്റെ സങ്കീർത്തനത്തിന്റെ ആരംഭവാക്യങ്ങളെല്ലാം നമുക്കറിയാം. സമയമില്ലല്ലോ, ഞാനതെടുത്ത് പറയുന്നില്ല. ഹല്ലേലൂയ. അവരുടെ ശരീരം പുഷ്ടി വെച്ച് അല്ലെ വളർന്നിരിക്കുന്നു, കണ്ണ് ഉന്തി നിൽക്കുന്നു, ഹല്ലേലൂയ നാവ് ആകാശത്തോളം ഉയർത്തുന്നു. അവർക്ക് ഒരു ബാധയുമില്ല, ഒരു കുറ്റമില്ലായ്മയിൽ കഴുകിയത് എന്തായി പോയി?
വ്യർത്ഥമത്രേ എന്ന് താൻ പറയുവാനിടയായി. ഇങ്ങനെ താൻ പറഞ്ഞതുകൊണ്ട്, മറ്റുള്ളവരെ നോക്കിപ്പോയത് കൊണ്ട് തൻ്റെ കാലുകൾ ഏകദേശം ഇടറി, തൻ്റെ കാലടികൾ ഏറെക്കുറെ വഴുതി പോകുവാനിടയായി. നീതിക്ക് വേണ്ടിയും വിശുദ്ധിക്ക് വേണ്ടിയും ദൈവകൃപയിൽ ആശ്രയിച്ച് ശാന്തമായി താൻ പോയപ്പോൾ ഒത്തിരി പ്രതികൂലങ്ങൾ തൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു. എന്നാൽ അത് തൻ്റെ ദൃഷ്ടി ദൈവത്തിലേക്ക് നോക്കാതെ മനുഷ്യരിലേക്ക് നോക്കി അവൻ കാത്തിരുന്നത് കൊണ്ട് അവൻ്റെ കാലടികൾ ഏകദേശം ഇടറുവാനിടയായി. കാലുകൾ ഏറെക്കുറെ വഴുതിപ്പോകുവാനിടയായി. ഒടുവിൽ താൻ ഇവിടേക്ക് വരാനിടയായി. ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് വന്നു. അവരുടെ അന്തം എന്താകുമെന്ന് ചിന്തിച്ചു. ആ ഭാഗത്ത് പറയുകയാണ്, എന്നിട്ടും ഞാൻ എപ്പോഴും നിന്റെ അടുക്കലിരിക്കുന്നു. എല്ലാം എതിരാണ്. ശത്രു വളരെ പ്രബലമായിട്ടുണ്ട്. ദുഷ്ടനെല്ലാം ഉയർന്നു നിൽക്കുന്നുണ്ട്. എങ്കിലും ആസാഫ് പറയുകയാണ്, എന്നിട്ടും. സ്തോത്രം. ഹബക്കൂക്ക് പറഞ്ഞു എങ്കിലും. ഇവിടെ ഇത് ആസാഫ് പറയുകയാണ്, എന്നിട്ടും ഞാൻ എപ്പോഴും നിന്റെ അടുക്കലിരിക്കുന്നു. സ്തോത്രം. പ്രശ്നങ്ങളുടെ മധ്യയിൽ എല്ലാം എതിരായി തീരുമ്പോൾ ആസാഫിനെ പോലെ ദൈവം ഇതിലെ എന്നിട്ടും ദൈവത്തിൻ്റെ അടുക്കൽ ഞാൻ ഇരിക്കുന്നു എന്ന് പറഞ്ഞ കർത്താവിൻ്റെ സന്നിധിയോട് പറ്റിയിരിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നിശ്ചയമായിട്ടും ദൈവം അവർക്ക് വേണ്ടി വിടുതലായിരിക്കും. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. വിശ്വാസത്തോടെ സ്തുതിച്ചാട്ട് ദൈവ മക്കളെ. മറ്റൊരു വാക്യം 119 സങ്കീർത്തനം 83 വാക്യം ഒന്ന് വായിച്ചേ. 119 സങ്കീർത്തനം 83 വാക്യം. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനക്കാരൻ അവിടെ പറയുകയാണ്, പുകയത്ത് വച്ച തുരുത്തി പോലെ ഞാനാകുന്നു. എങ്കിലും നിന്റെ ചട്ടങ്ങളെ ഞാൻ എന്ത് ചെയ്യുന്നില്ല, മറക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. തന്റെ സ്ഥിതി എങ്ങനെയാ? പുകയത്ത് വച്ച തുരുത്തി പോലെ താനായിരിക്കുകയാണ്. നമുക്കറിയാം, വീഞ്ഞ് അല്ലെങ്കിൽ മുന്തിരിച്ചാറ് വീഞ്ഞാക്കുവാൻ വേണ്ടി തുരുത്തിയിലാക്കി, അഥവാ തോൽ വെച്ചുണ്ടാക്കിയതായ ആ തുരുത്തിയുടെ അനുഭവത്തിൽ ഇതാക്കിയിട്ട് ഇത് പുകയത്ത് വയ്ക്കുവാനിടയാകും. ഈ പുക കൊള്ളുമ്പോൾ ഇതിനകത്ത് ചൂട് കൊണ്ട് ഇതിനകത്തുള്ളതായ ഇത് വളരെ ചുരുങ്ങുവാനിടയാകും. ഇതിനകത്തുള്ള വീഞ്ഞിന് പല വിധത്തിലുള്ളതായ സമ്മർദ്ദങ്ങൾ ഏൽക്കുവാനിടയാകും. അത് അറിയാവുന്നതായ സങ്കീർത്തനക്കാരൻ അവിടെ പറയുകയാണ്, ഞാൻ ഇതുപോലെ ആയിരിക്കുന്നു, പുകയത്ത് വെച്ച തുരുത്തി പോലെ ആയിരിക്കുന്നു എന്ന് വെച്ചാൽ ബാഹ്യമായ അനവധി സമ്മർദ്ദങ്ങളിലൂടെ ഞാൻ കടന്നു പോകുകയാണ്. സ്തോത്രം. രാത്രിയില് പ്രതികൂല സാഹചര്യങ്ങളില് പുകയത്ത് വെച്ച തുരുത്തി പോലെ അനവധി സമ്മർദ്ദങ്ങള്, അനവധി ക്ലേശങ്ങള്, ബാഹ്യമായ പല എതിർപ്പുകള്, അല്ലെ എതിരായ ചില വാക്ശരങ്ങള്, ചില വെല്ലുവിളികള്, സ്തോത്രം അനുഭവിച്ചുകൊണ്ട് പുകയത്ത് വെച്ച തുരുത്തി പോലെ ഭാരത്തോടെ ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവമൈതലേ, ആ സ്ഥാനത്ത് സങ്കീർത്തനക്കാരൻ എന്താണ് പറയുന്നത്? ഞാൻ അങ്ങനെ ആയിരിക്കുന്നുവെങ്കിലും നിന്റെ ചട്ടങ്ങളെ ഞാൻ എന്ത് ചെയ്തില്ല. പ്രൈസ് ദി ലോർഡ്. ചട്ടം വിട്ടുള്ള പരിപാടി തനിക്കില്ല എന്ന് താൻ പറയുകയാണ്. പ്രമാണമുള്ള ദൈവമൈതലേ, ഉപദേശം പ്രാപിച്ച ദൈവമൈതലേ, കൽപ്പന ലഭിച്ച ദൈവമൈതലേ, പുതിയ ആരാധനയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറയപ്പെട്ട ദൈവത്തിൻ്റെ പൈതലേ, പ്രൈസ് ദി ലോർഡ്. ചട്ടം വിട്ടുള്ളതായ ഒരു പരിപാടിക്ക് ദൈവം നമ്മെ കണ്ടിട്ടില്ല. എത്ര പേർക്ക് സന്തോഷമുണ്ട്? എത്ര പേർക്ക് തീരുമാനം പുതുക്കാൻ കഴിയാം? പുകയത്ത് വെച്ച തുരുത്തി പോലെ നിന്റെ ജീവിതത്തില് സമ്മർദ്ദങ്ങളും ശത്രുവിന്റെ തന്ത്രങ്ങളും വെല്ലുവിളികളും അല്ലെ സ്തോത്രം ചുരുക്കി അല്ലെ നിന്നെ ഞെരുക്കുന്നതായ ഒരു തുരുത്തി പോലെയുള്ള അനുഭവങ്ങൾ നിരന്തരമായി നിന്റെ ജീവിതത്തിൽ കടന്നു വന്നാലും സങ്കീർത്തനക്കാരനെ പോലെ നമുക്ക് തീരുമാനമെടുപ്പാൻ കഴിയണം. ഹല്ലേലൂയ. നിന്റെ ചട്ടങ്ങളെ ഞാൻ വിട്ടു നടന്നിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. എങ്കിലും നിന്റെ ചട്ടങ്ങളെ ഞാൻ എന്ത് ചെയ്യുന്നില്ല, മറക്കുന്നില്ല. ചട്ടം മറക്കാതെ ദൈവത്തിന്റെ വചനമനുഷ്ഠിച്ച് തീരുമാനത്തോടെ പോകുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. രാത്രി ദൈവത്തിന്റെ സ്ഥലത്ത് തീരുമാനമെടുക്കാം. കർത്താവേ, വചനം വിട്ട് എനിക്കൊന്നും വേണ്ട.
എന്തെല്ലാം സമ്മർദ്ദങ്ങൾ കടന്നു വന്നാലും, എന്തെല്ലാം വെല്ലുവിളികളും ഒറ്റപ്പെടുന്ന അനുഭവങ്ങളും അല്ലെങ്കിൽ ഞെരുക്കങ്ങളും ജീവിതത്തിൽ കടന്നു വന്നാലും ചട്ടം വിട്ട് എനിക്ക് മുൻപോട്ട് പോകേണ്ട കർത്താവേ, ഞാൻ നിന്റെ പാദപീഠത്തിൽ മറിയെ പോലെ ഇരുന്നിട്ട് അങ്ങയുടെ വചനം അന്വേഷിച്ച് അതിൻ പ്രകാരം മുൻപോട്ട് പോകുവാൻ ഇന്ന് രാത്രിയിൽ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നുവെന്ന് എത്ര പേർ തീരുമാനം പുതുക്കുവാനിടയാകും. ഒരു വാക്യം കൂടെ വായിച്ച് ഞാൻ ദൈവസന്നിധിയിലിരിക്കുന്നു. 44-ാം സങ്കീർത്തനം അതിൻ്റെ 17-ാം വാക്യം. പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെയും ഞങ്ങൾക്ക് ഭവിച്ചു. വളരെ ദുഃഖത്തോടെ സങ്കീർത്തനക്കാരൻ അവിടെ പറയുകയാണ്. ഇതൊക്കെ അപ്പം മുകളിൽ ധാരാളം കാര്യമുണ്ട്, ആ ഭാഗത്തേക്ക് ഞാൻ കടക്കുന്നില്ല. ഇതൊക്കെ ഞങ്ങൾക്ക് ഭവിച്ചു. സ്തോത്രം. തിരിഞ്ഞൊന്ന് നോക്കിയാൽ വിശ്വാസ ജീവിതത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ദൈവപൈതലേ, നിന്റെ ജീവിത യാത്രയിൽ പല കഷ്ടങ്ങളും, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, പല നഷ്ടങ്ങളും, പല പോരാട്ടങ്ങളും, പല അല്ലെങ്കിൽ തകർച്ചകളും കഴിഞ്ഞ നാളുകളിൽ അല്ലെങ്കിൽ നിന്റെ ജീവിതത്തിൽ നീ അനുഭവിപ്പാനിടയായി. സ്തോത്രം. ഇതൊക്കെയും ഭവിച്ചുവെന്ന് പറയത്തക്കവണ്ണം നിരന്തരമായ പല പ്രതികൂലങ്ങളുടെ സാഹചര്യങ്ങൾ കഴിഞ്ഞ നാളുകളിൽ നിന്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. അനുഭവമുള്ള ദൈവമക്കൾ ദൈവത്തെ സ്തുതിക്കാം. ഭവനത്തിൽ നിന്നായിരിക്കാം, കുടുംബത്തിൽപ്പെട്ടവരിൽ നിന്നായിരിക്കാം, സമൂഹത്തിൽ നിന്നായിരിക്കാം, കൂട്ടുവിശ്വാസികളിൽ നിന്നായിരിക്കാം. പലതും സഹിക്കേണ്ടി വന്ന അനുഭവങ്ങൾ കഴിഞ്ഞ ആളുകളിൽ നിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നിരിക്കാം. എന്നാൽ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഇതൊക്കെ ഞങ്ങൾക്ക് ഭവിച്ചു, ഞങ്ങളോ നിന്നെ മറന്നിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഹബക്കൂക്ക് പറയുകയാണ്, എങ്കിലും ഞങ്ങൾ നിന്നിൽ ആശ്രയിക്കുമെന്ന്, ആനന്ദിക്കുമെന്ന്, നിന്നിൽ ഘോഷിക്കുമെന്ന്. സങ്കീർത്തനക്കാരൻ പറയുകയാണ് 73-ാം സങ്കീർത്തനത്തിൽ, എന്നിട്ട് ഞാൻ നിന്റെ അടുക്കലിരിക്കുമെന്ന്. 110-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഞാൻ എങ്കിലും നിന്റെ ചട്ടം ഞാൻ വിട്ട് മറന്നിട്ടില്ലെന്ന്. പ്രൈസ് ദി ലോർഡ്. 44-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, നിന്നെ ഞാൻ മറന്നിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ചില വിഷയങ്ങൾ വരുമ്പോൾ ഈ ദൈവത്തെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട്, ഇത് വേണ്ട എന്ന്, ഈ വിശ്വാസം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പലരും പലപ്പോഴും ഇട്ടെറിഞ്ഞിട്ട് പോകുന്ന അനുഭവങ്ങൾ, പിന്മാറ്റത്തിൻ്റെ അനുഭവങ്ങളിൽ പലരും ആയിത്തീരുമ്പോൾ ഇന്ന് രാത്രികാലം ദൈവപൈതലെ സങ്കീർത്തനക്കാരനായ ഈ കർത്താവിൻ്റെ ദാസനെ പോലെ നിന്റെ ജീവിതത്തിൽ നിന്നെ ഞാൻ മറക്കത്തില്ലെന്ന് എത്ര പേർ തീരുമാനമെടുക്കും? ആ തീരുമാനമുള്ളവർ ദൈവത്തെ സ്തുതിച്ചാട്ട്. നിന്നെ മറക്കത്തില്ലെന്ന് മാത്രമല്ല, നിന്നോട് എന്ത് ചെയ്തില്ല? അവിശ്വസ്തത, നിന്നോട് അവിശ്വസ്തത കാണിച്ചിട്ടുമില്ല. പ്രൈസ് ദി ലോർഡ്. നിന്റെ ചട്ടങ്ങളെ ഞാൻ മറക്കത്തില്ല, ഞാൻ എങ്കിലും നിന്നിൽ ആനന്ദിക്കും, ഞാൻ നിന്നോട് പറ്റിയിരിക്കും, ഞാൻ നിന്റെ വചനത്തെ മറക്കത്തില്ല, ഞാൻ നിന്നോട് അവിശ്വസ്തത കാണിക്കത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ഹബക്കൂക്ക് തൻ്റെ ജീവിതത്തിൽ ആ കാലഘട്ടത്തിൽ 7-ാം നൂറ്റാണ്ടിൽ കർത്താവിന് മുൻപ്, 7 നൂറ്റാണ്ടുകൾക്ക് മുൻപ് ജനം ഹല്ലേലൂയ വളരെ പ്രയാസത്തിലൂടെ കടന്നുപോയപ്പോൾ താൻ ദൈവ സന്നിധിയിൽ നിലവിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം തൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പാനിടയായി. എന്തെല്ലാം നഷ്ടമായാലും ഞാൻ നിന്റെ അടുക്കൽ ഇരിപ്പാനിടയാകും. എല്ലാ ദൈവജനവും അല്പസമയം തലവണക്കിയാട്ടും. എല്ലാ ദൈവജനവും ചില തീരുമാനങ്ങൾ, ഈ വചനങ്ങളിൽ ചില വാക്യങ്ങളെങ്കിലും നിങ്ങളുടെ ഉള്ളത്തിൽ വ്യക്തമായിട്ട് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ, ദൈവത്തിലെ നീ കടന്നു പോകുന്ന സാഹചര്യങ്ങളുമായുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് രാത്രികാലം നിന്റെ ജീവിതത്തിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ആ വചനം ഏറ്റെടുത്ത് അല്പസമയം ശാന്തമായി സ്തോത്രം പറയുക. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ സകലതും നഷ്ടമാകുന്ന അനുഭവങ്ങൾ 17-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചതുപോലെ, ഹല്ലേലൂയ, മുന്തിരിവള്ളിയിൽ അനുഭവമില്ലാത്ത, അത്തിവൃക്ഷത്തിൽ അനുഭവമില്ലാത്ത, ഗോശാലയിൽ അനുഭവമില്ലാത്ത, ആടുമാടുകളിൽ അനുഭവമില്ലാത്ത എല്ലാ സാഹചര്യങ്ങളും കടന്നു വന്നാലും ഞാൻ എൻ്റെ ദൈവത്തിൽ ആനന്ദിക്കും. കാരണം എന്താണ്? 1-ാം അധ്യായത്തിൽ താൻ ദൈവത്തോട് ചോദിച്ചു, 2-ാം അധ്യായത്തിൽ ദൈവത്തിൽ നിന്ന് ദർശനം പ്രാപിച്ചു, 3-ാം അധ്യായത്തിൽ താൻ ദൈവസന്നിധി വിഭ്രമത്തോടുകൂടിയെങ്കിലും പ്രാർത്ഥനയ്ക്ക് വേണ്ടി തൻ്റെ മുട്ടുകളെ മടപ്പാനിടയായി.
ഹുഡാമന ഹദുരാജൽ കസ്യ. അല്ലെ, ദൈവത്തോട് ചോദിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, ദൈവം നിനക്ക് മറുപടി തരുന്ന ദിനങ്ങളാണ് ഈ ദിനങ്ങൾ. ഈ ഉപവാസ ദിനങ്ങളിൽ തന്നെ നിനക്ക് ദൈവം ഒരു മറുപടി തരുമെന്ന് നിനക്ക് ഇന്ന് രാത്രിയിൽ വിശ്വസിപ്പാൻ കഴിയുന്നുവെങ്കിൽ ദൈവം നിന്റെ മേൽ പ്രവർത്തിക്കുകയാണ്. അല്ലെ, മറുപടി തരുന്ന ദർശനം നിനക്ക് തരുക മാത്രമല്ല, പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഞാൻ മുഴങ്കാലുകളെ മടക്കുമെന്ന് ഇന്ന് രാത്രി നീ ഹല്ലേലൂയ തീരുമാനമെടുക്കുന്നുവെങ്കിൽ ദൈവം നിന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കാൻ പിന്മാറുന്നുവെങ്കിൽ എൻ്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. ഹല്ലേലൂയ. ദൈവവേദന പിന്മാറുന്നുവെങ്കിൽ നിന്നിൽ ദൈവത്തിന് പ്രസാദമില്ല. പ്രതികൂലങ്ങളുടെ മധ്യേ ചട്ടം പ്രമാണിക്കുന്നവരായിട്ട്, ദൈവത്തെ മറക്കാത്തവരായിട്ട്, ദൈവത്തോട് ചേർന്നിരിക്കുന്നവരായിട്ട്, ദൈവത്തിൽ ആനന്ദിക്കുന്നവരായിട്ട്, ദൈവത്തിൽ വിശ്വസ്തതയുള്ളവരായിട്ട് മുൻപോട്ട് പോകുവാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നുവെന്ന് ഇന്ന് രാത്രി തീരുമാനമെടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എന്നോട് ചേർന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചാട്ട്, ഒരു നിമിഷം ചേർന്ന് പ്രാർത്ഥിച്ചാട്ട്. ഹാലെ, ശത്രുവായവൻ നിങ്ങൾക്ക് മേൽ വച്ചിരിക്കുന്ന ഹാലെ സകല നുഖങ്ങളെയും ഇന്ന് രാത്രി വലിയവനായ ദൈവം ഒടിക്കുവാൻ, നീതി ലഭിക്കാത്ത സ്ഥാനങ്ങളിൽ നിന്റെ എല്ലാ ജീവിത മണ്ഡലങ്ങളിലും വലിയവനായ ദൈവം നിനക്ക് നീതി തരുവാൻ, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്നുള്ള വചനം പോലെ നീ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുമ്പോൾ അത് വിടുതലായി തരുന്ന ദൈവം യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രികാലം നിന്റെ വിഷയങ്ങളുടെ മേൽ വിടുതൽ അയക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ചില ശത്രുവിൻ്റെ പദ്ധതികൾ അല്ല ഇന്ന് രാത്രി അഴിഞ്ഞു പോകട്ടെ. ദൈവത്തിൻ്റെ കൃപ ദൈവം നിന്റെ മേൽ വ്യാപരിക്കുമാറാകട്ടെ. ദൈവം നിനക്ക് വിടുതൽ അയക്കട്ടെ. ഇന്ന് രാത്രി നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം നമുക്ക് മറുപടി തന്നിരിക്കാൻ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. എല്ലാവരും കരമുയർത്തി ഒരു നിമിഷം ദൈവത്തെ സ്തുതിച്ചാട്ട് ദൈവകരങ്ങളിൽ നമുക്ക് ഏൽപ്പിക്കാം. ഈ വചനം സൃഷ്ടിപ്പാൻ എനിക്ക് അവസരം ഒരുക്കി തന്ന കർത്താവിൻ്റെ ദാസന്മാരോടുള്ള നന്ദി അറിയിക്കുന്നു. പ്രാർത്ഥനയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ശുശ്രൂഷയും ഓർക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വചനത്തിൽ നിന്നിരിക്കുന്നു. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവജനമേ, നമുക്ക് വീണ്ടും കണ്ണുകളടയ്ക്കാം, നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. ഇന്ന് സന്ധ്യാസമയം വീണ്ടും ദൈവമുഖത്തേക്ക് നോക്കുവാനായിട്ട്, ശ്രേഷ്ഠമായ ദൈവശബ്ദം കേൾപ്പാനൊക്കെ ആയിട്ട് ദൈവം നമ്മെ സഹായിച്ചുവല്ലോ. സ്തോത്രം. ഹല്ലേലൂയ. അനേക ചോദ്യങ്ങളുടെ മധ്യത്തിൽ സ്തോത്രം. ഹല്ലേലൂയ. നാം ആയിരിക്കുമ്പോൾ ഇന്ന് സന്ധ്യാസമയത്ത് ഒരുപക്ഷെ അനേക ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടായിരിക്കാം നാം ദൈവത്തിൻ്റെ വാതിൽക്കലേക്ക് കടന്നു വന്നത്. എന്നാൽ നാം ഇന്ന് കേട്ടതുപോലെ സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ചോദ്യങ്ങൾക്ക് സ്തോത്രം. ഹല്ലേലൂയ. അതിനുള്ള ഉത്തരം നൽകുന്ന ദൈവത്തെയാണല്ലോ നാം ആരാധിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് സ്തോത്രം. ഹല്ലേലൂയ. ദൃഷ്ടി വെച്ച് കാത്തിരിക്കുന്നതായ ഒരു ഹബക്കൂക്കിനെ നാം ഇന്ന് കാണുവാനായിട്ട് ഇടയായി തീർന്നല്ലോ. സ്തോത്രം. ഹല്ലേലൂയ. ദിവസങ്ങളിൽ പ്രാർത്ഥനയോടെ സ്തോത്രം. ഹല്ലേലൂയ. നിയമങ്ങൾ പ്രാപിച്ച് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പാദപീഠത്തിലായിരിക്കാനായിട്ട്, ദൈവം നമ്മെ സഹായിപ്പാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. പ്രതീക്ഷിക്കാത്തതായ ഹല്ലേലൂയ സ്തോത്രം പ്രതികൂലങ്ങൾ, വിരോധങ്ങളൊക്കെ കടന്നു വരുന്ന സ്ഥാനങ്ങളിൽ സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് വീണ്ടും ഹല്ലേലൂയ വളരെ വിശ്വാസത്തോടെ ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് പറഞ്ഞതായ ദൈവത്തിൻ്റെ ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ വചനപ്രകാരം ഈ ദിവസങ്ങളിൽ നമ്മുടെ വിശ്വാസത്തിൽ നാം വർദ്ധിച്ചു വരുവാനായിട്ട് സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് നമ്മെ തന്നെ ഹല്ലേലൂയ ദൈവങ്ങൾ സമർപ്പിക്കാം. സ്തോത്രം. അതിനായിട്ട് ഹല്ലേലൂയ ദൈവം നമ്മെ സഹായിപ്പാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. ദൈവത്തിൻ്റെ ചട്ടങ്ങളിൽ തന്നെ നടപ്പാനായിട്ട്, ഹല്ലേലൂയ ദൈവത്തിൻ്റെ കൽപ്പനയിൽ തന്നെ രസിപ്പാനായിട്ട് സ്തോത്രം. ഹല്ലേലൂയ. നാം ഇടത്തോട്ടോ വലത്തോട്ടമൊക്കെ നാം തിരിയുമ്പോഴൊക്കെ തന്നെ സ്തോത്രം. ഹല്ലേലൂയ വഴി ഇതാകുന്നു മകനെ എന്നുള്ള ആ ഇമ്പശബ്ദം കേട്ട് നടക്കത്തക്കവണ്ണം ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ പരിശുദ്ധാത്മാവിൻ്റെ ഹല്ലേലൂയ വലിയൊരു അഭിഷേകം ദൈവം നമ്മുടെ മേൽ പകരുവാനായിട്ട്, ദൈവം നമ്മെ ഓരോരുത്തരെയും നിയന്ത്രിപ്പാനും വഴി നടത്തുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. ഇന്ന് സന്ധ്യാസമയം ഹല്ലേലൂയ ദൈവത്തിൻ്റെ വചനം സൂക്ഷിപ്പാനായിട്ട് കടന്നു വന്ന് കർത്താവിൻ്റെ ദാസനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. കർത്താവിൻ്റെ ദാസനെ ദൈവം വീണ്ടും അനുഗ്രഹിപ്പാനായിട്ട്, തൻ്റെ ശുശ്രൂഷകളിൽ തൻ്റെ ഔദ്യോഗിക മണ്ഡലങ്ങളൊക്കെ തന്നെ ദൈവത്തിൻ്റെ കരം കൂടെ ഉണ്ടായിരിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് സ്തോത്രം ചുമർ വഹിക്കുന്ന സഭയെ ദൈവം അനുഗ്രഹിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാക്കളുടെ വലിയൊരു വചനം ദൈവം നൽകുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. താൻ ശുശ്രൂഷയ്ക്ക് കടന്നു വന്ന ഇടങ്ങളിലൊക്കെ തന്നെ ദൈവം തന്നെ ശക്തമായിട്ട് ദൈവം തന്നെ ഉപയോഗിക്കാനായിട്ട് സ്തോത്രം. ഹല്ലേലൂയ. ദൈവം തന്നെ ഹല്ലേലൂയ സ്തോത്രം. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ വീണ്ടും ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ മുറിച്ചുള്ളൊരായുധമായി ഉപയോഗിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. കുടുംബത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ലാലിയൻ്റെക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ദാസനെ ദൈവം ബലപ്പെടുത്തുവാനായിട്ട് പ്രാർത്ഥിക്കാമല്ലോ. ലിസയ്ക്കായി പ്രാർത്ഥിക്കാം. ജോവലിനായി പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളുടെ ഭാവിയെ ദൈവം അനുഗ്രഹിക്കാനായിട്ട്, ആത്മീയ ഭൗതികമായ എല്ലാ നന്മകളും അവർക്ക് വേണ്ടി ദൈവം കരുതുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കടന്നു നല്ല ദൈവജനത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. ഇന്ന് സന്ധ്യാസമയം ദൈവത്തെ സ്തുതിപ്പാനും ആരാധിപ്പാനും ദൈവത്തിൻ്റെ ശ്രേഷ്ഠമായ വചനം കേൾപ്പാനൊക്കെ ആയിട്ട് ദൈവം നമ്മെ സഹായിച്ചുവല്ലോ. സ്തോത്രം. തുടർന്ന് ദൈവം നമ്മെ ബലപ്പെടുത്തുവാനായിട്ട്, പ്രത്യേകിച്ച് ഉപവാസത്തോടെ ആയിരിക്കുന്ന ഈ ദിവസങ്ങളിൽ വീണ്ടും ദൈവമുഖത്തേക്ക് നോക്കി സ്തോത്രം. ഹല്ലേലൂയ ദൈവത്തിൽ നിന്നുള്ള ഹല്ലേലൂയ ഹിതം മനസ്സിലാക്കി ജീവിപ്പാനായിട്ട് ദൈവം നമ്മെ സമർപ്പിക്കാനായിട്ട് സ്തോത്രം. ഹല്ലേലൂയ അപ്രകാരം ഒരു സമർപ്പണത്തിൽ ജീവിപ്പാനായിട്ട് ദൈവം നമ്മെ സഹായിപ്പാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം.
നാളെ ഹല്ലേലൂയ പകലും രാത്രി നടക്കുന്ന ശുശ്രൂഷകളെ ദൈവം അനുഗ്രഹിപ്പാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. സ്തോത്രം. ദൈവത്തിൻ്റെ ഹല്ലേലൂയ ദൈവം ഹല്ലേലൂയ അയക്കുന്ന കർത്താവിൻ്റെ ദാസൻ ദൈവം തക്ക സമയത്ത് കടന്നു വരുവാനായിട്ട് ഹല്ലേലൂയ തൻ്റെ യാത്രയിലൊക്കെ ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെ ഉണ്ടായിരിക്കാനായിട്ട് സഭയോടുള്ള വ്യക്തിയോടുള്ള ദൂതുകൾ അറിയിപ്പാനായിട്ട് സ്തോത്രം. ഹല്ലേലൂയ കർത്താവിൻ്റെ ദാസനെ ദൈവം ശക്തമായിട്ട് ഉപയോഗിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പഠനത്തെ ദൈവം നിയന്ത്രിപ്പാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോഴും നാം കടന്നു വന്നല്ലോ യാത്രയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കാനായിട്ട് ക്ഷേമമായിട്ട് ഭവനങ്ങളിൽ എത്തിച്ചേരുന്നതൊക്കെ ദൈവം സഹായിപ്പാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വിഷയങ്ങളെല്ലാം വായിച്ച് നാം എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ KM ജോർജ് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഈ സന്ധ്യാസമയത്തെ സെഷനോട് അവസാനിപ്പിക്കുമല്ലോ. പ്രാർത്ഥിക്കാം. ഞങ്ങളെ കൂടെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവി, ഉപവാസത്തിൻ്റെ ഒന്നാമത്തെ രാത്രിയിൽ ഹല്ലേലൂയ ഹല്ലേലൂയ കടന്നു വരുവാൻ ഇവിടെ നെടിയാക്കിയതിനാൽ സ്തോത്രം ചെയ്യുന്നു. പാടുവാനും ആരാധിപ്പാനും കൃപ തന്നതിനാൽ സ്തോത്രം. വചനം സംസാരിപ്പാനും നിന്റെ ദാസനെ കരങ്ങളെടുത്തതിനാൽ സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട വചനം സംസാരിപ്പാൻ ഇടിയാക്കിയതിനാൽ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഹബക്കൂക്ക് ഹല്ലേലൂയ ദൈവത്തോട് അനേക ചോദ്യങ്ങൾ ചോദിച്ചു. ദൈവം ഹല്ലേലൂയ മനുഷ്യരോട് ചോദിക്കുന്ന ചോദ്യങ്ങളെക്കുറിച്ച് ഞങ്ങളെ കേൾപ്പിച്ചതിനാൽ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. മുന്തിരിവള്ളി തളിർക്കയില്ല. ഹല്ലേലൂയ ഹല്ലേലൂയ. അത്തിവൃക്ഷം ഫലം തരികയില്ല. ഗോശാലയിൽ കന്നുകാലികൾ നശിച്ചു പോകുന്നു. ഹല്ലേലൂയ. ആട്ടിൻകൂട്ടങ്ങൾ നശിച്ചു പോകുന്നു. ഹല്ലേലൂയ. എങ്കിലും ഞങ്ങൾ യഹോവയിൽ ഹല്ലേലൂയ ഘോഷിച്ചുല്ലസിക്കുമെന്ന് ഹബക്കൂക്ക് പറഞ്ഞതുപോലെ കഷ്ടങ്ങളിലും നഷ്ടങ്ങളിലും ഹല്ലേലൂയ പതറിപ്പോകാതെ ഹല്ലേലൂയ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് എഴുതിയിരിക്കുന്നത് പോലെ വിശ്വാസത്താൽ ജീവിപ്പാൻ പ്രമാണം വിട്ട് പോകാതെ പ്രമാണത്തിൽ നിൽക്കുവാൻ ഉപദേശത്തിൽ നിൽക്കുവാൻ ഓരോ പ്രിയപ്പെട്ടവർക്ക് ഇടയാക്കണമേ. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ ഹല്ലേലൂയ ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് ഹല്ലേലൂയ അഹങ്കാരികളോട് അസൂയ തോന്നി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അവൻ്റെ കാല് ഏറെക്കുറെ വഴുതി പോകുവാൻ ഇടയായി തീർന്നത് കേൾപ്പിച്ചതിനാൽ സ്തോത്രം. എങ്കിലും ഹല്ലേലൂയ വിശുദ്ധ മന്ദിരത്തിൽ ഹല്ലേലൂയ ചെന്നവരുടെ അന്തം എന്തെന്ന് ചോദിച്ചപ്പോൾ ഹല്ലേലൂയ ഹല്ലേലൂയ അവർ വഴുവഴുപ്പിൽ നിൽക്കുന്നു. ഹല്ലേലൂയ അവർ നാശത്തിലേക്ക് പോകുന്നു എന്ന് ആ ദർശനം ഹല്ലേലൂയ ലഭിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പോൾ ഹല്ലേലൂയ സങ്കീർത്തനക്കാരൻ പറയുന്നത് ഞാൻ എൻ്റെ ദൈവത്തോട് അടുത്തിരിക്കും. ഹല്ലേലൂയ. എൻ്റെ ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്കേറെ നല്ലത്. കഷ്ടങ്ങളിലും നഷ്ടങ്ങളിലും ഹല്ലേലൂയ പരാജയങ്ങളിലും എല്ലാം ദൈവത്തോട് അടുത്തിരിക്കുന്നത് ഏറെ നല്ലത്. അവൻ എൻ്റെ വലം കരത്തിനെ പിടിച്ചിരിക്കുന്നു. പിന്നത്തേതിൽ അവൻ എന്നെ മഹത്വത്തിലേക്ക് കൈക്കൊള്ളും. ഹല്ലേലൂയ. പ്രത്യാശയുള്ളതിനാൽ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ പ്രത്യാശയുള്ളവരായി വിശ്വാസമുള്ളവരായി ഹല്ലേലൂയ കഷ്ടങ്ങൾ നഷ്ടങ്ങൾ സഹിച്ച് മുന്നേറുവാൻ പ്രമാണത്തിൽ നിൽക്കുവാൻ ഓരോ പ്രിയപ്പെട്ടവർക്ക് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹബക്കൂക്കിനെ പോലെ പ്രത്യാശയുള്ളവരായി ഹല്ലേലൂയ ഹല്ലേലൂയ വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ ഇടയാക്കണമേ. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഹല്ലേലൂയ. പിന്മാറുന്നു എങ്കിൽ എൻ്റെ ഉള്ളത്തിൽ അവന് പ്രസാദമില്ല. ഹല്ലേലൂയ. പിന്മാറുന്നവനിൽ ദൈവത്തിന് പ്രസാദമില്ലാത്തതിനാൽ ദൈവത്തിനെ പ്രസാദിപ്പിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിപ്പാൻ ഓരോ പ്രിയപ്പെട്ടവർക്ക് ഇടയാകണമേ. ദൈവത്തിൻ്റെ വചനം സംസാരിപ്പാൻ ദാസനെ കരങ്ങളെടുത്തതിനാൽ സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട വചനം സംസാരിപ്പാൻ കൃപ കൊടുത്തതിനാൽ സ്തോത്രം. കേട്ടവർക്ക് ഏവർക്കും ഒരുപോലെ അനുഗ്രഹമായി തീർന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. പിന്നെയും ഹല്ലേലൂയ അവിടുത്തെ കരങ്ങളെടുത്ത് ഉപയോഗിക്കണമേ. അനേകർക്ക് പ്രയോജനപ്പെടുവാൻ നിർദാസനെ കരങ്ങളെടുത്ത് ഉപയോഗിച്ചു കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. കർത്താവ് പ്രാർത്ഥന കേട്ടതിനാലേ സ്തോത്രം ചെയ്യാം. സ്തോത്രം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും യേശു ക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും സംബന്ധവും നാം ഓർത്ത് പാർച്ച എല്ലാ വിഷയങ്ങളോടും പുലോകങ്ങളിലെ വിശന്മാരോടും ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടും കോഴിവന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമീൻ. കർത്താവേ വേഗം വരണമേ.